काटने दे, 16 लिखे आप लोग जाके उधर जाके काट ऑपरेशन सब करके फिर जिंदगी में उसको भूख नहीं लगेगा. हमेशा എരിച്ചില് ജീവിതത്തിൽ മൊത്തം പിന്നെ എരിച്ചിലായിരിക്കും. ഒരാവശ്യം 16 മണിക്കൂർ കൊണ്ടാണ് എടുക്കുന്നത്. ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്, നെറ്റ് കയറി കാണാം. ഒരുപാട് പേരുടെ കല്ല് ഇതിന്റെ പുറത്തൊരു പച്ച ഫോൺ ഇപ്പോഴും ആ ടി വിയുടെ മുമ്പിൽ ഒരു പച്ച ഫോൺ. ഞാൻ എല്ലാവരും എടുത്ത് ഞാൻ ഇങ്ങനെ ഇപ്പോഴും എല്ലാവരുടെ ഫോട്ടോ കൊടുക്കും. ഇന്നലെ ഒരാൾക്കൊരു പാൻക്രിയാസിലെ കല്ല് ഇത്ര ചുള്ളതല്ല കിട്ടി. പക്ഷേ അത് പാൻക്രിയാസിൽ മാത്രമല്ല, പിത്താശയത്തിൽ കൂടെ ഉണ്ടാകുന്നുണ്ട്. അല്ലെ പാൻക്രിയാസിൽ ഇത്രയും പാലിനകത്ത് ഇത്രയും കല്ല് കയറി ഇത്രയും ഇരിക്കില്ല. എന്തോ ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് തീർന്നേ പറഞ്ഞു. ഓ अपना पुराना माँ हम लोग का माँ का पास जो दवा था वो उसका सामने कोई दवा नहीं. कोई मैं इधर से सिखा रहा हूँ, समझे? सब गौरी, कोई भी चीज बाहर का नहीं. इधर आपने ब्लीडिंग कैसा निकाला? ईद का पाउडर बोला था ना, बोल के दिया था. अरे ये सुनेगा तो ये लोग भी, कोई सुनेगा तो लोग भी मिल लेते ना. कोई ये नहीं, मैं मेरे पास कोई दवा का ये छुपा के रखेला नहीं है. हर ऊपर खाने का ऊपर ही अपना है, ऊपर वाला पेड़ भर के दिया हुआ है. तुम पेड़ भर के बोले तो हम तो 100 रुपए का भी खर्चा नहीं है रोज का, तो उसको ऊपर दिया तो भर के दिया हुआ है ना. बराबर ദിവസം എത്ര വേണം ചെലവുണ്ട് ഒരു ദിവസം? 100 രൂപയുടെ ആഹാരം മതി. അങ്ങനെ അതുകൊണ്ട് ജീവിക്കാൻ ആരുണ്ടോ? അവനൊന്നും രോഗം പിടിക്കൂല. 100 रुपए का नीचे जो पैसा से खर्चा करने के लिए किसको पास ताकत है? उसको कोई बीमारी नहीं है. जो पैसा ज्यादा रहेगा तो ही बीमारी है. तुम जाके वो लेगा, ये खरीदेगा, वो खरीदेगा, सब खरीद के करके तू बीमारी बनाते. आइसक्रीम खाएगा, चॉकलेट खाएगा, वो सब खाने वाला कोई बीमारी है? परोठा, चिकन, बीफ, बोटी, वो सब खाने वाला कोई बीमारी है? കഞ്ഞിയും ചമ്മന്തിയും കഞ്ഞിയും ചമ്മന്തിയും വാഴക്കായും വാഴപ്പിണ്ടിയും വാഴക്കൂമ്പും കൊടകനും ഉപ്പച്ചീര, മുള്ളൻചീര, സാമ്പാർ ചീര, ഇതെല്ലാം കൂടെ ചക്കയും ചക്കക്കുരുവും മാങ്ങയും ചേനയുടെ തണ്ടും ചേമ്പിന്റെ തണ്ടും ചേമ്പും മുരിങ്ങയില് മുരിങ്ങക്കായും ഇത് പപ്പങ്ങ ഉന്നയിക്കുന്നത് ഇതെല്ലാം കൂടെ ഇതൊക്കെ തിന്നിട്ടുള്ള സമയത്തൊന്നും ഈ ഒരുത്തരും ഈ പ്ലേറ്ററ്റിനും കുറവില്ല. അവർ എന്തെങ്കിലും കുറവുണ്ടാവുക പറ, അതിനേക്കാൾ നല്ല കുഴപ്പമുണ്ടോ? അപ്പൊ WHO സ്റ്റാൻഡേർഡ് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് എന്തുണ്ടായത്? അതുകൊണ്ടായത്. ആ അമ്മ അന്ന് തന്നപ്പോ അമ്മയ്ക്ക് വിവരമില്ല അല്ലേ? അല്ല, അവർക്ക് വിവരമില്ലെന്ന് പറഞ്ഞു. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ വിവരമില്ല. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, പക്ഷെ വിവരം ഉണ്ടായിരുന്നു. ഇത് അവര് നമ്മളോടുള്ള വ്യത്യാസം. അവർക്ക് നമ്മൾ ഭയങ്കര വിദ്യാഭ്യാസമാണ്. നമ്മൾ പഠിച്ചു വന്നിട്ട് അവര് പണ്ടൊരു പനി വന്നു കഴിഞ്ഞാൽ ഇച്ചിരി തുളസിയിലും ചുക്കും കുരുമുളകും മല്ലിയും ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളം ചേർത്തിട്ട് ആവിയും പിടിപ്പിച്ച് തലയെ കൂടി പുതപ്പിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോ 10 മിനിറ്റ് അതിനകത്ത് 2 കാലം ഒഴിയുണ്ട്. താന്നിട്ട് പുതപ്പിച്ച് ബിയത്തെ കൂടെ കുളിച്ചു കഴിയുമ്പോ പനി അങ്ങോട്ട് പോയി കണ്ടില്ല, കണ്ടോ? അപ്പൊ അവരെന്താ ചെയ്തേ? അവർക്ക് ശരീരത്തിൽ അറിയില്ലായിരുന്നെങ്കിലും വിവരം ഉണ്ടായിരുന്നു. ശരീരത്തിന്റെ ഭാഷ അവർക്ക് മനസ്സിലായി. ചൂട് കൂട്ടിയത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായി. ചൂട് കൂട്ടിയത് വെളിയിൽ കിടന്ന അണുക്കളും വൈറസുകളും ഉള്ളിൽ കയറിയിട്ട് അവര് പ്രതിരോധ ശക്തി കുറഞ്ഞപ്പോൾ ഉള്ളിൽ കയറി പെറ്റ് പെരുകിയതാണ്. അവസാനം ഇത് ശരീരത്തിൽ നിലനിൽപ്പില്ലാവുന്നപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി ഒരുമിച്ച് എല്ലാത്തിനെയും കൂടെ കൊല്ലാൻ പോയ പണിയാണ് ആ നടന്നത്. അപ്പൊ അമ്മയുടെ പണിക്ക് അമ്മയുടെ ശരീരം ചൂടെ കൂട്ടി കൊടുത്ത് എന്താ എത്ര അത് വിവരം ഉണ്ടായിരുന്നോ? അവർ ചില കൂടെ ചൂട് കൂട്ടിക്കൊടുത്ത് പെട്ടെന്ന് കാര്യം സാധിച്ചു വന്നു. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ ബ്ലഡിനകത്ത് പ്ലേറ്ററ്റിന്റെ കൗണ്ടല്ല, എല്ലാത്തിന്റെയും കൗണ്ട് കുറയും. കാരണം കുറച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അണുക്കളും കൂടെ നശിച്ചു പോവും. അപ്പൊ പോയി ടെസ്റ്റ് ചെയ്തവർക്കൊക്കെയാണ് ബ്ലഡ് ക്യാൻസർ. ഒരു പനി വരുമ്പം കൂടി ഏത് ബ്ലഡ് ക്യാൻസറുകാരും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, ആര് വേണമെങ്കിലും കൊണ്ട് നോക്കിക്കോളൂ. അവർക്ക് പനി പിടിക്കുമ്പോഴാണ് കൗണ്ട് കുറയുന്നേ. സംശയം ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ഹലോ, ഇവിടെ ആളുണ്ടായിരുന്നല്ലോ, ഇവിടെ അപ്പുറത്തൊരു പുള്ളിക്കാരൻ ഇരിപ്പുണ്ട് ഇന്ത്യയിൽ കക്കൂസിലോട്ട് പോയ ആള്. കഴിഞ്ഞോ? ക്ലിയർ? ഇപ്പഴേ നിങ്ങൾ ഭാര്യ വണ്ടി കിട്ടുള്ളൂ അല്ലേ? ഇപ്പഴേ പോയാല് പോയി
എന്നെ ഇച്ചിരി കഴിഞ്ഞ് പോയപ്പോഴേ എന്നെ കണ്ടിട്ട് വേണം മതിയോ? ക്ലാസ് ഒരു മണിക്കൂർ പിടിച്ചു. വളരെ സീരിയസ്. മുരളീധരൻ ചെങ്ങന്നൂർ നമ്മുടെ ഇന്ത്യ മുരളി വന്നില്ല, വരാൻ പറ്റുന്നില്ല. മുഴുവനും മരിഞ്ഞു വരുന്നു. ഇപ്പം അടുത്ത വർഷം കാണാം. അടുത്ത വർഷം ഓക്കെ ആയി. എന്താ പറയാ? ഓക്കെ എന്നെ വിളിക്കണേ വേണം. അവിടേക്കാം. ആ അതെ. വിജയമ്മ ആരെ കൂടെ തന്നെ ആ പുള്ളിയാണ്. നിങ്ങളവിടെ പോനെ? നിങ്ങൾ ഒരു കാര്യം ചെയ്തു. നിങ്ങൾ ഇന്റർവ്യൂ നടത്തിയായിരുന്നു. എന്നായിരുന്നു ഇന്റർവ്യൂ നടത്തിയത്? ഇത് കാണുന്നില്ലല്ലോ. ഇന്റർവ്യൂ എന്തെങ്കിലും നടത്തിയോ? ഞാൻ ക്യാമറയ്ക്കകത്ത് പിടിച്ചായിരുന്നു. ആ അതാണ്. നിങ്ങളുടെ യോഗം എന്തായിരുന്നു? എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു? 3. എന്ത് പറഞ്ഞവര്? അല്ല അവരെന്ത് പറഞ്ഞാൽ? അല്ല എന്താ ചെയ്യാൻ പറഞ്ഞു? കേട്ടാ നിങ്ങള് പുള്ളിയുടെ മസാജ് ചെയ്യാ. അല്ല മനസ്സിലാവുന്നുണ്ടാ? വിജയ വിജയമാമ വന്നിരുന്നിട്ട് ഈ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് നിങ്ങനെ ചെഞ്ഞു പറഞ്ഞു. ഈ പുള്ളിക്കാരെ സത്യസന്ധമാണ്. ഈ പുള്ളി നെറ്റിക്കിടപ്പുണ്ട്. എന്നാലും നിങ്ങൾക്ക് സത്യമായിട്ടെന്ന് പറഞ്ഞത് ഈ പുള്ളിക്കാരനായിരുന്നു ഇല്ലേ? ഈ പുള്ളി ഒന്ന് പിടിച്ചു വേണം. ഈ പുള്ളി പറഞ്ഞു എന്നെ രണ്ടുകൂടെ കൂട്ടിക്കിട്ടു. അവരുടെ ഇനി ഒരു രക്ഷയില്ല, കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞ സാധനമായിരുന്നു. ഇത് പറഞ്ഞൂടെ? അങ്ങനെ പറയാം. വേണം കൊണ്ടുപോകോളാം. ഇല്ല ആംബുലൻസ് പോകോളാം. അവർ എന്റെ അടുത്ത് വരുമ്പോ ആഹാരവും കഴിക്കില്ല, ഒന്നുമില്ല, ചുരുണ്ടുകൂടി. ഇപ്പൊ ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് കുറെ ആൾക്കാരെ കൊണ്ടുവരും ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഇവിടുന്ന് അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആളിങ്ങോട്ട് വരാൻ പാടില്ല. ഈ ആദ്മിക്കോ अमरला हॉस्पिटल से लेके जाओ, बोला अभी आखिरी हो गया तेरा पूरा हो गया, फिर जो लेने का सब ले लिया. പിഴിയാനുള്ളതല്ല പിഴിഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു ലേക്ക് ജാവും. അങ്ങനെ ഇയാളുടെ മോഹൻ ഗൾഫിൽ നിന്ന് അഞ്ചാമത്തെ അല്ലേ ആ കഴിഞ്ഞ് വന്നു. എന്നാൽ ലാസ്റ്റ് അച്ഛനെ ഒരു കാണണ്ടേ? അങ്ങനെ കണ്ടതാണ് ഈ പാടിയ. ആഹാരം പോലും കഴിക്കില്ല. ഈ പുള്ളിയുടെ മരുന്ന് കൊടുത്തത് ഞാൻ അരി എവിടെ നിന്നൊക്കെ കൊണ്ട് കൊടുത്തെന്ന് അറിയാമോ? അരി പിന്നെ പച്ചക്കറി, പിന്നെ കൊടുത്തത് ഈ അരിയും പച്ചക്കറിയും അവനവന്റെ വീട്ടിലെ മാത്രം ഒറ്റ വക കഴിച്ചു. എല്ലാം ഞാൻ പറയുന്നത് ഇച്ചിരി കറ്റാർവാഴ നീര് എന്തൊക്കെയാണ് വിജയ മാമൻ തന്നെ പറഞ്ഞു. എന്തൊക്കെയാണ്? കറ്റാർവാഴ, താതിരിപ്പൂവും പിന്നെ എന്തേലും കൂടെ മിക്സ് ചെയ്ത് പിന്നെ വേറെ പൊടി കൂടുന്ന അരച്ച് കഴിച്ചത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അരച്ച് കഴിച്ചത് കറുക, നല്ല കുടങ്ങല് കേട്ടോ, കറുക, കുടങ്ങല്, പിന്നെ ചെറുള, പിന്നെ കയ്യെണ്ണ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ച് വെച്ച്. പിന്നെ ഇവിടെ ത്രിദോഷ കിറ്റുണ്ട്. കറുത്ത കഷായം, ഉപ്പ്, പിന്നെ ത്രിഫല, പിന്നെന്താണ് പറയുന്നേ? പിന്നെ ആൾക്കാർക്ക് എല്ലാവരും ഇവിടുത്തെ മരുന്ന്
എനിക്ക് തോന്നുന്നു അവിടെ അവരെ രോഗം ഇവിടുത്തെ രോഗം അവിടുത്തെ രോഗം ഇതൊന്നും ഒന്നല്ല, എല്ലാം വേറെ വേറെ രോഗം കൊടുക്കുന്ന എല്ലാം ഒറ്റ മരുന്നാണ്. കാരണം സിസ്റ്റം ശരിയാക്കുന്നു, വേറെ ഒന്നും ഇല്ല. കാരണം നമ്മുടെ ഒരു കോശമേ ഉള്ളൂ അല്ലേ. അവിടെ ആ കോശം ഏക്കിയേ, അപ്പൊ ഏകീ കോശം കഴിഞ്ഞ് ഏകീ ദ്വജമായ ബാക്കി സബ് ഖാന ऐसा हो गया, ये कब तक आदमी खाना खाना चालू हो गया. ഇപ്പം ബുദ്ധിമുട്ടുണ്ട് ആഹാരത്തിന്റെ കാര്യത്തിൽ. എനിക്ക് ഇച്ചിരി കഞ്ഞി ഇച്ചിരി തന്നുകൊണ്ട് തോരണം ഇറച്ചി അല്ല സത്യമൊന്നുമില്ല ഇപ്പം വേണ്ട, അത് വേണമില്ല. കാരണം കുറച്ചവിടെ ജീവിക്കണമെന്ന് ആഗ്രഹം എക്സ്പീരിയൻസ് ചെയ്താ ഇനി ഒരാൾക്ക് ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ എല്ലാ ആളുണ്ട് ഇവിടെ. ആ ശിവരാമൻ ചേട്ടൻ കൂടെ വന്ന ആളുണ്ട്. പിന്നെ BP ഇല്ല ഇപ്പൊ. BP മറ്റേ 15 വർഷം ഗുളിക കഴിച്ച 15 വർഷം BP-ക്ക് ഗുളിക കഴിച്ചതാണ്. BP അങ്ങനെ ഒരു നിങ്ങൾ ശിവരാമൻ ചേട്ടൻ ആളും ചെയ്യും ഒന്ന് എന്നിട്ട് ആ ശിവരാമൻ ചേട്ടൻ കൊണ്ടുവന്ന് രണ്ടുപേരുണ്ടാവില്ലൂടെ നിങ്ങളല്ലേ? ആ പുള്ളിയെ പറഞ്ഞുവിടുന്ന ആളാണ്. അയാൾ എല്ലാ പ്രാവശ്യവും ആ ശിവരാമൻ ചേട്ടൻ രണ്ടുപേരും കൂടെ കാണും. ആ പുള്ളിയെ ആശിസിയിലോട്ട് കൊണ്ടുപോയി വഴി കൂടെ കൊണ്ടുവന്ന സൗണ്ട് വരെ പോയി സംസാരിക്കാൻ പോലും പറ്റാത്ത ആളാണ് അയാളുടെ വീട്ടിൽ വന്നത്. ഇവിടെ തൊണ്ടയ്ക്ക് ഡ്രില്ല് ചെയ്യണമെന്ന് പറഞ്ഞു. അത് നെറ്റ് കിടപ്പുണ്ട്. ഈ പുള്ളി നെറ്റുണ്ട്, ഈ പുള്ളി നെറ്റില്ല. അയാൾ ഞാൻ നിർത്തോളാം. നമ്മുടെ കണ്ണാടി നെറ്റില് ഒരുപാട് പേര് നിങ്ങൾ इसको पेड़ का अंदर कैंसर, आप लोग क्या समझते क्या है? ये कैंसर है और वो भी कैंसर वाला है. इधर कैंसर, BP, सोरियासिस. अभी एक लड़के इधर से गया, आप देखा उसका चेहरा आपको अंदर में दिखाएगा, आप डर जाएगा. ഉള്ളു മുറം മൊത്തം പൊട്ടി വലിച്ച് കണ്ട് വികൃതമായി കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് ആദ്യം കാണിച്ചത്. അവനാപ്പൊ പോയത്, അല്ല വെറുതെ പോയതല്ലത്, മലപ്പുറത്തുനിന്ന് തന്നെയാണ്. ഇവിടെ ഒറ്റ വാതേ ഉള്ളൂ. ഒരു പിഴിവാ ഇത് മാത്രമേ സന്ധിവാദം. ആരും സന്ധിവാദം മാറുന്നത്, സന്ധിവാദം മാറാൻ തുടങ്ങിയതിന്റെയാണ് ആ ചേച്ചി ഇവിടെ വന്നത്. അത് മാറാൻ തുടങ്ങി, അതിന്റെ അവരിവിടെ വന്നേ ഇല്ല, വരൂല. സന്ധിവാദം പോട്ടെ, തളർന്നു കിടക്കുന്നവന്റെ ആന്റണി നിങ്ങൾ ആ നെറ്റിലൊന്ന് കേൾക്കൂ. എഴുന്നേക്കത്തില്ല എന്ന് ഡിക്ലെയർ 8 ലക്ഷത്തിന് ചോദിച്ചതാണ് ഇവിടെ ലൂർദില്. നിങ്ങൾ നിങ്ങൾ ഓക്കെ ഓക്കെ. കോഴിക്കോട് ബാലേട്ടനുണ്ട്, അറിയോ? അറിയോ ബാലേട്ടൻ അറിയോ? നിങ്ങൾ ഉണ്ടപ്പോ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, ആ പുള്ളി ഉണ്ടായിരുന്നു. അതിന് മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ അടുത്ത് കിട്ടുമ്പോ ഇങ്ങനെ വെള്ളം തുടിക്കകത്ത് പിഴിഞ്ഞ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. വെള്ളം ഇറക്കുമ്പോ അയ്യോ എന്ന് വിളിക്കും. 21 ദിവസം പിടിച്ചോളൂ. രോഗത്തിന് ആ ശരീരത്തിന്റെ ഭാഷ നമുക്കറിയത്തിന് ആദ്യമേ പറയുന്നത് ഞാൻ, ശരീരത്തിന്റെ ഭാഷ പഠിക്കാദ്യം. അല്ല സന്ധിവാദം മാറുമെന്നൊരു വാദമില്ല ഇവിടെ. എനിക്ക് സന്ധിയില്ല. തേയ്മാനം എന്ന് പറയുമ്പോൾ തട്ടിപ്പാണ്. മുട്ട് തേയില്ലാരുടെയും അല്ല ഫ്ലൂയിഡ് നിറച്ചു വെച്ചിരിക്കുന്നു, തട്ടിപ്പാണ്. അല്ല അല്ല എനിക്ക് പറയുന്നത് കേൾക്കൂ. ഫ്ലൂയിഡ് എന്ന് പറയുന്ന സാധനം നിറച്ചു വെച്ചേക്കുവാണെങ്കിൽ നമ്മുടെ ശരീരം ഫെയിലായി. നിങ്ങൾ ഓടുമ്പോഴാണ് ഇവിടെ ലൂബ്രിക്കേഷൻ ഉണ്ടാവണേ. അത് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് വിയർക്കത്തില്ലേ, അപ്പൊ അതങ്ങ് ഒയ്യുകയും ചെയ്യും. നടക്കുമ്പോ ഈ ശബ്ദം കേൾക്കണോ? അത് വേറെ. അത് നിങ്ങളുടെ അവിടെ ഞരമ്പുണ്ട്, ആ ഞരമ്പ് അവിടെ നോവാതിരിക്കാൻ ആ എന്റെ ജോയിന്റ് ശകലം ക്ലിക്ക് മാറ്റി കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ആ വേദന എടുക്കും. എല്ലാ സ്ഥലത്തും ആദ്യം ആയിക്കോട്ടെ. അതാ ഞരമ്പ്, ആ ജോയിന്റുകളെല്ലാം ഞരമ്പിനാണ് പ്രശ്നം. എല്ലുകൾക്ക് വേദനിക്കില്ല. ഒരു കാര്യം എന്റെ പൊന്നു ചേച്ചി ചോദിച്ചോട്ടെ, ഒരു സിമ്പിൾ ചോദ്യം. ഈ തെങ്ങ് കയറ്റുന്നവരെ കണ്ടിട്ടുണ്ടോ? ചായപ്പിട്ട് അവന്റെ ഈ മൊത്തം തേഞ്ഞു പോണ്ടേ ഒരു പറയാം. എന്താ വേയാത്തവന്റെ അപ്പൊ നിങ്ങൾ അപ്പൊ ഒന്നും ചെയ്യാത്തവൻ ഇത് പോകാനും പാടില്ലല്ലോ. പിന്നെ പറഞ്ഞു എത്ര കാണാൻ പറ്റില്ല, ഇപ്പൊ വായിച്ചു കേൾപ്പിക്കാം. ഇതാണ് കുഴപ്പം. ഇതവിടെ തലയ്ക്കകത്ത് കയറിയിരിക്കുക. പിന്നെ എങ്ങനെ ലക്ഷണം എത്ര? പിന്നെ ഞാനിപ്പോ 51 രോഗത്തിന്റെ വായിച്ചു, അതിനകത്ത് സന്ധിവാദമുണ്ട്. ആ രോഗത്തിന്റെ കാരണം അറിഞ്ഞൂടാ, പിന്നെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നിങ്ങളുടെ ഏത് പ്രശ്നം വരുമ്പോ ഒരു ചേച്ചി ഇത് നോക്കണം, ഇങ്ങനെ കുനിയുമ്പോഴാണ് ഈ നല്ല് വളയുന്നത്. ആണോ? വളയാതെ കുനിയോ?
കുനിയത്തില്ല. ഇങ്ങനെ നടക്കുന്നതിന്റെ ആണോ തേയുന്നേ? അവള് പറഞ്ഞ എനിക്ക് കുനിയാൻ പാടില്ല. അതാ ചോദിക്കുന്നേ. ചേച്ചി പിന്നെ അവിടെ പോയി തിരിച്ചിരിക്കും. തേച്ചെ ശരിയാക്കിയിട്ടുള്ളൂ. കേട്ടോ ഇങ്ങനെ കുനിയുമ്പോഴാണോ അകലുന്നത് അതോ ഇങ്ങനെ നടക്കുമ്പോഴാണോ എന്ന് എനിക്കറിയണം. വേഗം ഒറ്റ കാര്യമാണ്. ആദ്യം അത് ആണോ? എനിക്ക് കുനിയാതെ എങ്ങനെയാ പിന്നെ അകന്നത്? അതിന്റെ ചോദിച്ചു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുന്താലി കളയ്ക്കുന്നവന്റെ കൈ തേയുന്നില്ല. ഇങ്ങനെ നടക്കുന്നവന്റെ കൈയാ തേയുന്നത്. ഇതെന്തൊരു കഷ്ടം. അത് ചോദ്യം. അങ്ങനെ ചോദ്യം. സച്ചിൻ തെണ്ടുൽക്കർ 20 വർഷം കൊണ്ട് 6 അടിക്കുക. അവന്റെ ഇവിടെ തേഞ്ഞ് കുറ്റിയായില്ല. ഒരു 6 പോയിട്ട് ഒരു സിംഗിൾ പോലും അടിക്കാത്ത നമ്മളെയാണ് ഈ മുട്ട് തെയ്യം തേയുന്നത്. അവിടേക്ക് എനിക്ക് അവര് പറയുന്നതാണ്. അവര് പറയുന്നത് തെറ്റാണെന്ന് അവര് തന്നെ പറയുന്നതാണ് ഈ പേപ്പർ. ഇതാണ് ഗവൺമെന്റ് അല്ല, ഇത് അവരുടെ ശാസ്ത്രം പറഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ പിന്നെയും അവൻ പറഞ്ഞെന്ന് പറഞ്ഞോണ്ടാണ് നടക്കുന്നത്. ഏതൊരു ഗുളി എഴുതിക്കൊള്ളുക. ഇരിക്കേ, ഞാൻ കയ്യോട് പറഞ്ഞു. അത് ആ കാര്യം എന്നോട് ചോദിച്ചു. ഇപ്പൊ നിങ്ങൾ നടന്നല്ലേ ഇവിടെ വന്നേ? ചേച്ചി ഒരു കാര്യം ഓർത്ത് വെച്ചു. മനസ്സിനാണ് രോഗം പിടിച്ചത്. അയ്യോ ചേച്ചി, ഇതാണ് കുഴപ്പം. ചേച്ചിക്ക് നടത്തി ഞാൻ തന്നാ പോരെ? അവർക്ക് അറിയാത്ത ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ചേച്ചി എന്നെ വാശി പിടിപ്പിക്കണം. പോട്ടെ, ആ കാര്യം അനങ്ങാതിരിക്കും. ഇത് ഞാൻ ശരിയാക്കി എടുക്കാം. ഇത് കേട്ടോളൂ. അവരുടെ തെറ്റായ നമ്മുടെ ആ കണക്കുണ്ടല്ലോ, അത് മനസ്സിൽ നിന്ന് മാറാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അവര് പേടിപ്പിച്ചു വെച്ചു. ആ ഭയമാണ് അവരെ കൊണ്ട് ഈ ചെയ്യുന്നതിന്. നിങ്ങൾ അവരെ ഇറങ്ങി വെളിയിൽ വാ. ഇത് മാറിയോ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വെളിയിൽ വാ. ഇത് ഏറ്റവും വലിയ തെളിവാണ് ഈ പുള്ളി. ഈ പുള്ളിക്ക് ഞാൻ കൊടുത്ത ജീവിക്കാനുള്ള ആവേശം കൊടുത്തു. ഞാൻ വേറെ ഒന്നും കൊടുത്തില്ല. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ചില ആൾക്കാർ ഈ ഹിപ്നോട്ടിസം ചെയ്യുന്നുണ്ടോ, അല്ലെ ഉറക്കുന്നുണ്ടോ? ഹിപ്നോട്ടിസത്തിൽ കണ്ടോ? നമ്മുടെ മനസ്സിനകത്താണ് അവൻ ഉറക്കുന്നത്. നിങ്ങളുടെ രോഗങ്ങൾ ഇത്രയും കിടക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, മനസ്സിലാണ്, ശരീരത്തിലല്ല. ശരീരത്തിൽ രോഗം പിടിക്കില്ല. ഇത് നിങ്ങൾ തലയ്ക്കകത്ത് അറച്ചുകൊണ്ട് വിശ്വസിച്ച് അവൻ പറഞ്ഞത് കാള, ഇത് ഞാൻ മാറ്റിയെടുത്തോളാം, ഇത് എനിക്ക് വിട്ടേര്. ശരീരം അതുകൊണ്ടാണ് ശരിക്കും പറ്റിയത്. ഈ കണ്ണുപോലെ നടന്നത് തന്നെയാണ്. ശരീരത്തെ പിടിച്ചാൽ മാറ്റാം, പക്ഷെ മനസ്സിൽ പിടിച്ചാൽ മാറ്റാൻ പറ്റൂല. ചേച്ചി പിന്നോടുകൂടി തീർന്നു. ഈ കഷ്ടപ്പാട് എന്റെ അടുത്ത് ഇതിന്റെ സമയമായി. ഇതുവരെ കഷ്ടപ്പെടാനുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ജാതകത്തിലുണ്ടായിരുന്നു. ആ ജാതകം തീർന്നു. ചേച്ചി കേട്ടോ, 20 വർഷത്തേക്കുള്ള യോഗം പറഞ്ഞു വരിക. അത് അവര് ആ സമയത്തിന്റെ അതിലേക്ക് അവർ കൂടുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു. അപ്പോഴാണ് എന്റെ അടുത്തോട്ട് വരുന്നത്. ഇതേ കൂടെ വരുന്നവരുടെ എല്ലാം ക്ലിയർ ആണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇതിനെ കൂടെ വരുന്നവരുടെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഈ ബേസിക് നടക്കുന്നത് മരുന്നല്ല. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞു, ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തി എന്താണെന്ന് നോക്കുന്നത്. അതെന്റെ ട്രീറ്റ്മെന്റുമായിട്ടൊരു ഭാഗം അല്ല. അതിനാണ് എല്ലാവരും കൂടി രാവിലെ വിളിക്കുന്നത്. അല്ല ചുമ്മാ ഒന്നും വിളിച്ചല്ല. ഇവരെ ഓരോരുത്തരെ ചുമ്മാ ഇവരെ കാണിക്കാനോ അവരെ ധരിപ്പിക്കാനോ ഒന്നും അല്ല. ഇവരെ കാണുമ്പോൾ ഇവരെക്കാട്ടി സൂക്കേട് കൂടുതലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ കാര്യമെന്ന്. മനസ്സിലായോ? ഇതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് ഈ ക്ലാസ്. ഇവിടെ എഴുതേക്കുമ്പോൾ 50% രോഗം മാറിയിരിക്കും. മാറൂലേ? മെനിയാന്ന് പറഞ്ഞാൽ പുള്ളി അല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്നേ. ഇന്ന് പുള്ളി ഇവിടെ നടന്നു പോയി ചായ കുടിച്ചിട്ട് വന്നു. ഇതേപോലെ സന്തോഷം എനിക്ക് വേറെ വില ഉണ്ടോ വേണമോ? എന്തെങ്കിലും എനിക്ക് വേണോ? ഇന്ന് നിങ്ങൾ 10 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നു. അതേപോലെ സന്തോഷം എനിക്ക് വേറെ വല്ലതും വേണോ? ഇത് നടക്കില്ല തീരുമാനിച്ചില്ലേ? ഞാനൊരു കാര്യം പുള്ളിയോട് വന്നു, നടക്കില്ലയോ? ഇനി മരുന്നില്ല. ഇപ്പൊ ഇറങ്ങില്ലേ കേട്ടോ? ചേച്ചി മാനസ് അങ്ങോട്ട് വിളിക്കുക, ചാവും ഞങ്ങൾ ചാവും, എന്നാലും ചാവണ്ട. അങ്ങനെ ചാവൂല. അതാണ് രോഗത്തെ പേടിക്കുന്നവര് എല്ലാം ചാവാൻ പേടിയുള്ളവരെന്നാ പറച്ചിൽ പറഞ്ഞാൽ പോലെ. പറച്ചിൽ പറഞ്ഞാൽ പോരാ. രോഗത്തെ പേടിക്കുന്ന ആരുണ്ടോ അവനെല്ലാം മരിക്കാനും പേടിയാ. കാരണം അല്ലെങ്കിൽ രോഗത്തെ പിടിക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് എന്തോ സംഭവിക്കും?
രോഗം കൂടിയ ചത്തുവും എല്ലാവരും ചാവും, അല്ലാത്തവൻ ചാവുന്നില്ലേ? ഞാൻ ഒരു കാര്യം ചേച്ചിയോട് വീണ്ടും പറയണം, നിങ്ങളോട് എല്ലാവരും പറയണം. ഞാൻ 40 കിലോമീറ്റർ 30 കിലോമീറ്റർ ബൈക്ക് ഓടിക്കുന്നു എന്ന് വെച്ചോളൂ. സൈഡിൽ കൂടെ ഹൈവേയുടെ സൈഡിൽ കൂടെ ഒതുങ്ങിയ പക്ഷേ ഒരു ടാങ്കറുകാരൻ വെള്ളം അടിച്ച് ബീച്ചായി എന്റെ പുറത്തുകൊണ്ട് കയറ്റി. ഞാൻ സൂക്ഷിച്ചിട്ടാ സമയമാകുമ്പോ എല്ലാം പോവും. നിങ്ങളും പോവും, ഞാനും പോവും. അതിൽക്കൂട്ട് പോവോ? അല്ലെങ്കിൽ ഈ പുള്ളി എന്തുകൊണ്ട് ചത്തില്ല? ഇതിന് അതേ അത് മനസ്സിന്റെ വില പുള്ളിക്ക് വന്നു. ആ പുള്ളിയുടെ പറഞ്ഞു വിട്ടല്ലേ ശിവരാമൻ ചേട്ടൻ നെറ്റിലൊന്ന് കണ്ടോളൂ. അയാൾ വന്ന രംഗം ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ വാതറന്നെ സൗണ്ടും പോയി, എല്ലാം പോയി. ഇങ്ങനെ പറഞ്ഞു നടന്ന ആളാണ് ഇപ്പൊ ആളിനെ പറഞ്ഞു വിട്ടോണ്ടിരിക്കുന്നത്. നെറ്റി കിടപ്പുണ്ട് ശിവരാമൻ. ഒരു ബാലൻ വിളിച്ചു, ഒരാഴ്ച കൊണ്ട് ചാപ്പാട് കഴിക്കാതെ വെള്ളം മാത്രം തുണിക്കാത്തിങ്ങ ഉറ്റിച്ചു കൊടുത്തോണ്ടിരുന്ന അവസാനം വെള്ളത്തിന്റെ കർമ്മം നടത്താൻ ഒരു ബാലനുണ്ട്. അതൊന്ന് കണ്ടോളൂ. അതൊക്കെ എഴുതി തള്ളിയ കേസുകളാ. ഒത്തിരി ഒന്നും അങ്ങനെ ഉണ്ട്. കുറെ കിഡ്നി പോയവര്, കുറെ ക്യാൻസർ, കുറെ സോറിയാസിസ്, കുറെ സന്ധിവാദം. ആമവാദമല്ലേ? അതും പറഞ്ഞു. അതാരാ പറഞ്ഞു? ആമവാദത്തിന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആമം പോലിരിക്കും. അത് ആമല്ല, അത് ആമം ഗീമോ. നിങ്ങളെ പ്രശ്നം ഞരമ്പിന്റെ നമ്മൾ ശരിയാക്കുക മനസ്സിന്റെ ചേച്ചി തന്നില്ലേ ഇപ്പഴേണ്ട. ആ ചേച്ചിയെ കഷ്ടപ്പെടുത്തുന്ന കഷ്ടപ്പാടാണ് ആ പുള്ളിക്കാരനെ എത്ര പറഞ്ഞു നിങ്ങളോട്. ആ പുള്ളിയുടെ വൈഫിനോട് പറഞ്ഞ് ആ ഡോക്ടർ അതുകൊണ്ടാണ് ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത്. 4ാമത്തെ സ്റ്റേജാന്ന് പേര് പറഞ്ഞു പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതവരുടെ തലയ്ക്കകത്തം കയറി അതിന് ഇറക്കാൻ ഞങ്ങൾ എന്നോട് കിടന്ന് വരുന്ന പാട് ഞങ്ങൾക്ക് അറിയാവും. പുള്ളിമ്മ ഇപ്പൊ ശരിക്കും പണിയുന്നുണ്ട്, ഞാനും പണിയുന്നുണ്ട്. എന്ത് പറഞ്ഞ് 4ാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറിയുമോ? ക്യാൻസറിന്റെ 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പുള്ളിക്കാരിക്കൊന്നും എന്നോട് നടക്കുക, അത് വേറെ പറ്റില്ല. എന്നാൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആലോചിക്കുമ്പോൾ എല്ലാവരും കയറി വരും. 4ാം സ്റ്റേജ് ആ ഒരു ഭയം കൂടെ എടുത്ത് കളഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളിവിടെ കാണുന്നത് ഒത്തിരി രസങ്ങളുണ്ട്. അതിനകത്ത് ഇപ്പൊ ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ മോശമുള്ള ആളുകളാണ്. ഈ ഇരിക്കുന്ന ചേച്ചി ഒന്നും ചേച്ചി ആ ചേച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയകരമാണ്. ഇത്രയും ദയനീയകരമായ അവരെ മകളെ ഇവിടെ വന്നു. സന്ധിവാദമായിരുന്നു കേട്ടോ. ആമവാദവും സന്ധിവാദവും കൂടെ ഒരുമിച്ച് വന്ന ഇവരെ മുഖൽ ചേച്ചി മൊത്തം കേട്ടു. എനിക്ക് മൊത്തം കേട്ടു. അതങ്ങനെയല്ല, അത് നേഴ്സും കൂടെ മോള്. അവസാനം ഇവിടെ വന്ന് 5 കൊല്ലം കൊണ്ട് കുട്ടികളും ഇല്ല എന്നില്ലേ? അത് കഴിഞ്ഞ് ഇവിടെ വന്ന് മസാജ് എല്ലാം ചെയ്ത് ക്ലിയറൊക്കെ ആക്കി എടുത്ത് 1.5 മാസം കഴിഞ്ഞ കുട്ടിയായി. സിസ്റ്റം നേരെ ആയപ്പോ കുട്ടിയായി. ഒരു ഗർഭിണിയാണ് ഒരേ മോള്. ആണോ? ഇപ്പൊ കുറുന്തോട്ടിയും പാലും ഒറ്റ ഗുളി കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല മനസ്സിലായ പോലെ സിസ്റ്റം ശരിയാവുമ്പോ എല്ലാം ശരിയാവും. ഇതാ എന്റെ സിദ്ധാന്തം, വേറെ ഒന്നുമില്ല. എവർക്കും കൊടുത്ത മരുന്ന് എന്ത് ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി എന്ന് പറഞ്ഞു. കറുത്ത കഷായം, ഉപ്പുപൊടി, കൊടുവേലി, ത്രിഫല, വില്ലുവാതി, കറ്റാറുപാട്. ആണോ? ആ എന്തിനും ഈ ആ കൊടുത്ത് എന്ത് വരും? ഈ പുളി കൊടുത്തെന്തോ അവിടേക്ക് നിങ്ങൾക്ക് എന്ത് തന്നേക്കുന്നത്? ഇതന്നല്ലേ? ആ പുറയിലിരിക്കുന്ന ആൾ വേറെ, ഇപ്പൊ തിരിക്കുന്ന രോഗം വേറെ. നിങ്ങൾക്ക് എന്ത് വരുന്നത്? എല്ലാവർക്കും കൊടുക്കുന്ന ഒറ്റ സാധന. അത് മതി. കരൾ വൃത്തിയാക്കുക, ശോധന ശരിയാക്കുക, കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കുക, അത് കഴിഞ്ഞ് നാഡീ ഞരമ്പുകളെ ഉണർത്തുക. ഇത് പോരെ? വേണ്ട, അതൊന്നും കഴിക്കാതിരിക്കുക. ഇത്രേ ഉള്ളൂ. ഇവിടെ ഇത്രേ ഉള്ളൂ. ആകെ എന്റെ ഷോറൂമായി കാണുന്നത് ഈ കഥവിന്റെ അത്രേ ഉള്ള എന്റെ രീതി. ഇതിനകത്ത് ഒരു കൂടുതൽ ഷെൽഫൊന്നും ഇല്ല. ചെന്ന് നോക്കിക്കോളൂ. 5-8 കൂട്ടം മരുന്നേ ഉള്ള എനിക്കിവിടെ. എല്ലാ രോഗമാണ്. ഇപ്പൊ ശരിക്കും മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? എനിക്ക് ചിലതൊന്നും കഴിക്കാനും പറ്റില്ല. മുരിങ്ങ തോട, മുരിങ്ങയില, ഒരു കാര്യം പറഞ്ഞുതരാം. ഓരോ രോഗത്തിനും ഓരോ ലക്ഷണമാണ്. ആ ലക്ഷണം നിങ്ങൾ പഠിച്ചാൽ മതി. അതാണ് ശരീരത്തിന്റെ ഭാഷ. കിഡ്നിക്ക് ഒരു ശകലമെങ്കിലും മൂത്രം ശരിക്കും പോകുന്നില്ലെന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് കഴിയും.
പെട്ടെന്ന് ഒരാൾ കരയുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം ഒരു മൂത്രം ശരിക്കും പോകുന്നു. കാരണം ആ വെള്ളത്തിന് ഇതിലേക്കൂടെങ്കിലും പുറത്തു ചാടിക്കാൻ ശരീരം ചെയ്യുന്നവരെയാണ്. എന്താ അവനവന്റെ കരളിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ട്. ഡിപ്രഷൻ ആ കൊണ്ട് ശ്രദ്ധിച്ചെടുത്ത് നോക്കിക്കോളൂ, അവന് കരളിനാണ് പ്രശ്നം. ഓരോ രോഗത്തിന്റെയും ഓരോന്നിനും വ്യക്തമായ ഒരു കാഴ്ചപ്പാടുമായി ശരീരത്തിനുണ്ട്. അതിനെ തിരിച്ചറിയുന്നതാണ് ശരീരത്തിന്റെ ഭാഷ. അതിന് മലയാളം, ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും വേണ്ട, മനസ്സിലാക്കി വെച്ചു. അത് തിരിച്ചറിയാൻ ഒന്നേ ഉള്ളൂ, അത് അമ്മമാർക്കറിയാം. അത് വേഗങ്ങൾ. അതിനെല്ലാം മിറ്റത്ത് തന്നെ കിടക്കൊണ്ട് സാധനം. അതിനെ തെരഞ്ഞു പിടിച്ച് പണ്ടുള്ളവൻ വെച്ചിട്ടുണ്ട്. അതെടുത്ത് കഴിക്കുക, അതിനെ വിശ്വസിക്കുക, പ്രകൃതിയെ വിശ്വസിക്കുക, അങ്ങേരെ വിശ്വസിക്കുക. ഏത് മതത്തിലും ആയിക്കോട്ടെ, ആര് മതമായിക്കോട്ടെ, അതെങ്ങനെ ആയിക്കോട്ടെ, അതിൽ വിശ്വസിക്കുക. അപ്പൊ എല്ലാം ശരിയാവൂലേ? ആവൂല്ലയോ? അല്ലാതെ നല്ലൊരു ദൈവവിശ്വാസിയാണോ അവനൊന്നും ഒരു പ്രശ്നമില്ല. ദൈവവിശ്വാസിയാണെന്ന് അഭിനയിച്ചാൽ പോലെ ദൈവവിശ്വാസിയായി അഭിനയം പാടില്ല. അതിലെ രോഗവും അഭിനയിക്കരുത്. എല്ലാവരോടും പറഞ്ഞു, ഈ വന്നിരിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്, 75% ആൾക്കാരും രോഗം അഭിനയിക്കുന്നവരാണ്. 25% ഉള്ള അഭിനയില്ലാത്തവർ. അഭിനയിക്കാം. ആ അഭിനയിക്കുന്ന ഒരാളെ ചികിത്സിക്കാൻ പറ്റില്ല. അവന് രോഗം മാറിയാലും ശരി, മാറിയില്ലെന്ന് പറയും. പറഞ്ഞിട്ട് അടുത്തത് കാരണം ഇവൻ ഇതുകൊണ്ട് നേട്ടമുണ്ട്. ആ ജോലിയും ചെയ്യേണ്ട, വേലയും ചെയ്യേണ്ട. വരുന്നവരൊക്കെ കാണാൻ വരും, അങ്ങോട്ട് പോയി കാണണ്ട, എല്ലാവരും ഇങ്ങോട്ട് കാണാൻ വരും. തലവേദന കീഴ് കാശ് വെക്കും. ആദായം കൊണ്ട് നടക്കുന്നവര്, രോഗിയെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. കുറെ കാശൊക്കെ പോയി അവർക്കും ബുദ്ധിമുട്ടായി കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് കൂടി വരുമ്പോൾ അവരും വിചാരിക്കും മനുഷ്യ എപ്പോഴെങ്കിലും പെട്ടെന്ന് അങ്ങ് തീർന്നു കിട്ടാനേ എന്ന് പറയാണ്ട് കൊണ്ട് നടക്കുന്നവരാണ്. കുറച്ച് ആദ്യമൊക്കെ ഭയങ്കര സ്പീഡിലാണ് നടക്കാൻ. സ്പീഡിൽ കൊണ്ട് കാണിക്കും, അവിടെ പോയി ഇവിടെ പോയി കാശം കൊണ്ട് നീർന്നു വരുമ്പോ ഇരിക്കാതെ നിൽക്കുന്ന ഒരു സമയം വരും. അപ്പൊ പിന്നെ ചോദിക്കാൻ മനസ്സിലെന്ത് വരുന്നല്ലോ. അതെ, ഇത് സത്യമാണ്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് സത്യം 100 സത്യമല്ലേ മമ്മ? ഭയങ്കര വേദന, ഒരു ഗുളിക തിന്ന അതിന്റെ തട്ടിപ്പെന്താണ്? ആര് ഗുളിക കൂടുതൽ എല്ലാം കിഡ്നിയെ ബാധിക്കും. വേദന മാറിയെന്നു. ഷുഗർ വേദനയ്ക്ക് ഗുളിക കഴിക്കുന്നവരൊക്കെ ഷുഗറും വേദന കുറയുന്നില്ല. വേദന കുറയുന്നത് വേദനയ്ക്ക് മെസ്സേജ് തരുന്ന ഞരമ്പിനെ മയക്കുകയാണ് ചെയ്യുന്നേ. ആ വേദന തരുന്ന ഞരമ്പില്ലേ, അവരോട് പറയും ഇനി നീ മെസ്സേജ് തരണ്ട. വേദന തരുന്നത് നല്ലതാണ്, ആ ഭാഗത്ത് എനിക്ക് പ്രശ്നമുണ്ടെന്ന് നമ്മളെ കാണിച്ചു തരുന്നു. ആ ഗുളിക കഴിക്കുമ്പോ എന്നിട്ടും ആ ശരീരത്തെ നോക്കണം. ആ കാല് ഗുളിക കഴിക്കുന്നവരെയാണ് കാല് വളയുന്നേ, അല്ലാത്തവന്റെ വളയില്ല. ഈ കാലിന്റെ മുട്ട് വളയും, അവിടെയും അവൻ രക്ഷിക്കാനാണ് നോക്കുന്നത്. ഛർദിൽ വരുമ്പോൾ നമ്മൾ ഛർദിച്ച് കളയുന്നു അല്ലേ? ഒരു കൊച്ച് ആഹാരം കഴിച്ചു, അതിന് പാല് കുടിച്ചു, അമ്മയുടെ പാല് കുടിച്ചാൽ ഛർദിക്കൂല. വെളിയിൽ നിന്ന് പാല് കൊടുക്കുമ്പോ ആ കുട്ടി ആ പാല് കൊള്ളില്ലെങ്കിൽ അവൻ ഛർദിച്ച് കളയും. അതാണ് ശരീരത്തിന്റെ ഭാഷ. ഛർദിച്ച് കഴിയുമ്പോ നിങ്ങൾ ഛർദിന്റെ പകരം ആശുപത്രി കൊണ്ടൊരു ഗുളിക കൊടുത്താലോ മരുന്ന് കൊടുത്താലോ വയറിളക്കെങ്കിലും കളയുവാൻ, എന്നാലും ശരി എന്നെ രക്ഷപ്പെടുത്താൻ അവസാന സമയം വരെ അത് പയറ്റും. അതിന്റെ ഭാഷ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. എന്താ ശരിയോ തെറ്റോ? അതിന്റെ ഭാഷ തിരിച്ചറിയും. കാണിക്കും. അതിന് തക്കതായ മരുന്ന് കൊടുക്കണം. അവിടെ അതിനോടാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ആ മെസ്സേജ് തരുന്ന വേദനയെ നിങ്ങൾ കൊല്ലരുത്. നിങ്ങൾ ചെയ്യുന്ന അതാണ്. ആ ചെയ്യുന്നതിനാണ് നമ്മൾ അനുഭവിക്കുന്ന മൊത്തം പെയിൻ കില്ലർ. അത് പെയിൻ കില്ലർ എന്ന് തന്നെ അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. പെയിൻ കില്ലർ, വേദനയെ കൊല്ലുക. അത് വേണം ചാരായം മേടിച്ച് കുടിച്ചാലും മതി, ചൂട കൊടുക. ചാരായം മേടിച്ച് കുടിച്ചാലും ഇത് തന്നെ. ചാരായം മേടിച്ച് കുടിക്കുമ്പോൾ വേറെ ഗുണം കൂടെ കിട്ടും. ഹലോ, സ്പീഡിനോടും പിന്നെ പോയി കിടക്കും. ഒന്ന് ഓടും, വേദന അറിയില്ല, പിന്നെ പോയി ഒരു കിടത്തേണ്ട്. പിന്നെ നേരം വെളുക്കുമ്പോ പിന്നെ അവന് എഴുന്നേക്കൂല. അത് തന്നെയാ വെയിലും കഴിച്ചു. 24 മണിക്കൂർ കഴിയുമ്പോ അടുത്തവൻ കഴിച്ചോണം. ഇല്ലെങ്കിൽ വീണ്ടും തുടങ്ങിയില്ലേ? വേണ്ട, നമുക്കൊന്ന് നോക്കാം. അതിപ്പോ ശരിയല്ലോ. ചേച്ചി എന്നോടും കൂടി ഈ പുള്ളിയെ വിട്ടാൽ എന്താ അല്ലേ? എന്നോട് വിട്ടാൽ
ഞങ്ങൾ ഇവിടെ ആവുമ്പോൾ ശരി, ഞങ്ങൾ ഇവിടെ ആവുമ്പോൾ ശരിയാവും. 2 ഡോസ് കുടിക്കും, സമാധാനം ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് 2 ഡോസ് കൊടുക്കുമ്പോ ഇതേ നടക്കുള്ളൂ ഇനി. അപ്പൊ നമ്മൾ എവിടെയാണ് നിന്നത്? അവൻ കയറി പോയി ഖാത എവിടെയാണ് നിന്നത്? പോയി തെങ്ങിൽ വന്നാൽ അതിന് മുമ്പ് നമ്മള് സാപ്പാട് അരി റൈസ്. अब आज से अच्छा और राइस क्या किया? अरी बोरों में रखने के लिए उसने पेस्टिसाइड मार के रखे रहा है. उसके बाद वो लेके जाके गोडाउन में रखते तो उधर एल्यूमिनियम फोस्फेट रखे गोडाउन के अंदर अभी चूहा, सांप, छिपली, कॉकरोच कुछ भी नहीं आते. इधर आलुआ में ये गोडाउन से गेहूं लेके गया था. लेव लेके तो एक गोजी फट गया तो गेहूं नीचे गिरा. ये बकरी आके खा के गया तो शाम तक वो मर गया. अरे कഥ അറിയാതെ ആലുവായി ഗോഡമണിന്ന് ഗോതമ്പും കൊണ്ട് ലാറി പോയി ഒരു ഗോതമ്പിന്റെ ചാക്ക് പൊട്ടിയതായിരുന്നു. അത് ആട് നിന്നു, ആട് ചത്തു. പേപ്പറിലൊക്കെ വന്നത്. കാരണം അവ ഗോഡൗണിന്റെ അടുത്തൊന്നും ഇപ്പൊ പ്രാവില്ല, എലിയില്ല, ഒന്നുമില്ല. ഇത്രയും പോയിസൺ അടിച്ചു വെച്ചിരിക്കുന്ന ആഹാരം മുഖ്യ ആഹാരമായിട്ട് നമ്മൾ ഇത്ര പോയിസൺ മാരേല हुआ चावल हम लोग मुख्य खाना बोल के खा रहे. इसको कोशम का अंदर लेगा तो उसको इंसुलिन देगा, इंसुलिन मिलेगा. बोल इंसुलिन കൊടുക്കുക. ഈ ആഹാരത്തിന്, ഈ ചോറിന് ഇൻസുലിൻ കൊടുക്കുക? കൊടുക്കൂല. അപ്പോൾ ഇന്ന് മുതൽ എന്ത് മാറ്റി? ഇന്ന് മുതൽ എന്ത് മാറ്റി? അരി മാറ്റി. അभी आज से चावल बदली. दूसरा नंबर सब्जी, तरकारी कुछ भी मार्केट से खरीद नहीं सकते क्योंकि अभी हर चीज को इंजेक्शन मार रहे. डायरेक्ट वो झाड़ का ऊपर, वो फल का ऊपर नहीं, झाड़ के ऊपर. आप मेरा एक जाते ट्रेन में एक सीडी लेके जाना, उसमें क्लियर कट के दिखाया है, लेकिन वो तेलुगु में है और एक कन्नड़ा में है, दोनों में. इसलिए आपको बोल रहा हूं, आप एक लेके उसमें अपना कुकुम्बर का ऊपर भी इंजेक्शन मार रहा है, डायरेक्ट इंजेक्शन. तो इतना कुकुम्बर इतना हो जाएगा 3 दिन. यही आप लोग खाएगा तो क्या आने वाला है? इतने कुकुम्बर ना तो इंजेक्शन डायरेक्ट കൊടുക്കുകയാണ്. कलिंगन तन्नीमത്തങ്ങ, जो तन्नीमത്തങ്ങ पहले हम लोग को उसको काट के दिखाता था. ये लाल, थोड़ा सा लाल, कौला दिखाता. अभी कौन सा भी लेके जाओ सब लाल है, सब मीठा है. ऐसा नहीं, ये कौन सा जादू है? तो इंजेक्शन मार रहे हैं. और उसका बी देखो, बी सफेद है, कौला है. तो भी जो फल है अंदर का जो है सब मीठा है और लाल है. इंजेक्शन. एप्पल का ऊपर ये लोग खाली ये दिखाया है व्हाइट कोटिंग, लेकिन उसका पहले काम है 4 घंटा ये फॉर्मूले में डुबा के रखते हैं. इसका बाद में आपको वो भी ये उसका मेरा सीडी में मिलेगा, साइट में भी पड़ा है. इसका बाद में व्हाइट कोटिंग. उसके बाद इधर आने के टाइम में एक इंजेक्शन है, और जिधर इंजेक्शन किया है उधर ही आपका स्टिकर लगा हुआ, उगांडा, यूके, WBC ടെസ്റ്റ് ऐसा बोल के स्टिकर मारेला ना. ആ സ്റ്റിക്കർ ഒട്ടിച്ചെടുത്താണ് इंजेक्शन വെച്ചിരിക്കുന്നത്. अदर इधके नोको, वो जरा निकाल के देखो ना, 1 हफ्ते में पूरा पानी बन जाएगा. वो ഇതാ തിന്നുന്നേ. ടാക്സ് വോട്ടിങ്ങും ഫോർമലിനും കീടനാശിനിയൊക്കെ അടിച്ച്. अंगूर हम लोग किसके लिए इधर वापरते हैं? जो अपने मेरा पेशेंट लोग आएगा तो घर में रहते हैं, वो लोग को फैन नहीं है, कछुआ मख जो मच्छर भगाने के लिए जो कोई दवा नहीं खिलाते, उसके लिए बदले 1 किलो काला वाला अंगूर बिना मक्खी पकड़ा हुआ लेके आके काट के नीचे रखो. कोई मच्छर नहीं आएगा, कोई मक्खी नहीं आएगा.
മുന്തിരി കഴിച്ച് കട്ടിലെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, ഒരു കൊതുവും വലിയ ഒരു ഈച്ചയും വരൂല. അതിന് ഉപയോഗിക്കും ഞങ്ങൾ. ഇതാ നിങ്ങൾ തിന്നുന്നേ. ഇത്രയും പോയിസൺ അടിച്ച ഓറഞ്ച്, മുന്തിരി, ആപ്പിള്, പേരയ്ക്ക, ഇതൊന്നും ഒരൊറ്റ സാധനം കടയിൽ നിന്ന് മേടിക്കാൻ പറ്റില്ല. പഴം, കേല, पढ़ते केले का जो पूरा फूल निकलने के केला निकलने के बाद में उसका जो फूल है ना लास्ट वाला जो हम लोग भाजी बना के खाते हैं वो तोड़ के और उसमें यूरिया कवर में डाल के बांधते हैं। बांधेगा तो ये बड़ा हो जाएगा। बड़ा होने के बाद ये ज्यादा दिन देगा नहीं, ये पकने से पहले फट जाएगा। फटने से पहले उसने क्या करना मालूम है, बेलबेरिक एसिड प्लस ब्रांडी ये मिक्स करके कंप्रेसर से स्प्रे मारते हैं। डायरेक्ट स्प्रे मारेगा तो 10 मिनट में वो केला तैयार हो गया। उसके बाद में लेके जाके रूम में रखते हैं, वो रूम का उधर पूरा बंद करके एथिलीन गैस भेजते हैं तो उसका मीठा हो गया और पिया चल रहा है। अभी रोबस्टा देख रहे हैं आप, कोई रोबस्टा अभी आ रहे हैं, वो पीला कलर जो आ रहे ना, पीला कलर एक कलर बनाया है। रोबस्ट केला हरा है, പച്ച കളറാണ് റോബസ്റ്റ് ഇല്ലേ? റോബസ്റ്റൊക്കെ ഇപ്പൊ മഞ്ഞ വരുന്നോ കേട്ടി വിടുകയാണ്। इसके ये एकदम कौला केला भी अभी मीठा है, अंगूर सब मीठा भी, सपोटा के चिक्कू भी मीठा है अभी। इसका बी देखो एकदम सफेद अंदर मीठा। ചിക്കു എന്ന് പറഞ്ഞാൽ സപ്പോർട്ടയ്ക്ക എല്ലാത്തിനകത്ത് നീ വേല കാണിച്ച സബ്ജികളും പച്ചക്കറികളും പഴങ്ങളും ഇന്നു മുതൽ മാർക്കറ്റിൽ നിന്ന് ഒരൊറ്റ പഴം കഴിക്കില്ല। अभी मार्केट से एक भी फल खरीदेगा नहीं, एक भी कच्चा मिर्ची तक खरीदेगा नहीं। कड़ी पत्ता तो 1 महीना तक रहता है, कोई तकलीफ नहीं है। करिवेപ്പില ഒരു മാസം വരെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല। പച്ചക്കറിയും करिवेपिല എല്ലാം മാറ്റി വെച്ചു। ठीक है, इसके बाद में तीसरा नंबर चाय कॉफी मद्यम दारू तंबाकू विम्बाकू जो नशा नहीं चलने वाला, मद्यम लहरी पुगवली चाय काफी एल्लाम निर्तुം। അടുത്തത് आयोडीन का जो नमक वो थायराइड बनाएगा। അയഡിൻ ചേർന്ന ഉപ്പ് തൈറോയ്ഡ് ഉണ്ടാക്കും। അപ്പൊ തൈറോയ്ഡ് എന്റെ കാര്യം ചോദിച്ചില്ലേ, അയഡിൻ ചേർന്ന ഉപ്പാണ് നിങ്ങളെ പറ്റിച്ചത്. അത് സുപ്രീം കോടതി തെളിയിച്ചതായിരിക്കുന്നു. ഇവിടെ കൊണ്ട് പേപ്പർ കാണിച്ചത് ഇത് കണ്ട ദേശാഭിമാനി പത്രത്തിൽ 3 ദിവസം സീരിയലായിട്ട് വന്നത്. സുപ്രീം കോടതിയിൽ 1 കൊല്ലമായി ഇത് നിരോധിച്ചിട്ട് ഇന്നും ഈ കമ്പനിക്കാരന്റെ അഡ്വർടൈസ്മെന്റ് ആണ് നമ്മുടെ സർക്കാർ ചാനലിൽ വരെ കാണിക്കുന്നത്. മനസ്സിലായ? അയഡിൻ ചേർന്ന ഉപ്പ് സ്ഥിരമായിട്ട് ആര് കഴിക്കുന്നു അവർക്കൊക്കെ തൈറോയ്ഡ് ഉണ്ടാവും. അവിടെ കല്ലുപ്പ് എവിടെങ്കിലും പോയി മേടിച്ചോണ്ട് ഇല്ല ഇന്ദുപ്പെങ്കിലും ആക്കുക. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്നതാണ്. അയഡിൻ ഈറ്റിച്ചവൻ വെള്ളം കുടിക്കുമോ? 3 ദിവസത്തെ പത്രത്തിന്റെ റിപ്പോർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. മനസ്സിലായ? അപ്പോൾ ഇന്ന് മുതൽ അയഡിൻ പഞ്ചസാര മൈദയും മൈദയുടെ ഉൽപ്പന്നങ്ങളും പൂർണ്ണമായും മൈദ ദയവ് ചെയ്ത്, മൈദ ക്യാൻസർ ആണെന്നറിയാൻ മാർക്കറ്റിൽ കാണുന്ന ഒരൊറ്റ സാധനവും മേടിച്ച് തിന്നരുത്. പഫ്സാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ ഒരു കാര്യം അറിയാം, പഫ്സ് കഴിക്കും. പഫ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇന്ന് 40% പുതിയ ദമ്പതികൾക്കും കുട്ടികളില്ല. കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് മഞ്ച്, കിറ്റ്കാറ്റ്, കേക്ക്, മിഠായി, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്. ഇതെല്ലാം ആരൊക്കെ കരയപ്പങ്ങൾ സ്ഥിരമായിട്ട് തിന്നുന്നു? ട്രാൻസ് ഫാറ്റ് എന്നതിൽ എഴുതിയിട്ടുണ്ടോ?
അതെല്ലാം ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞാൽ സാധനം അതിനകത്തുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ല. ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ ഉണ്ടാവാതിരിക്കുന്ന സാധനമാണ്. വ്യക്തമായി എഴുതി. അത് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫാറ്റ് ഉള്ളത് പപ്സിനാണ്. അടുത്ത തലമുറയില്ല. 2 ഹാർട്ട് ബ്ലോക്ക്. 3 കൊറോണറി ആർട്ടറിയെ ബ്ലോക്ക് ആക്കി തരുന്നത് കൊണ്ടാണ് അതിനകത്ത് ക്യാൻസർ. ഈ 3 കാരണം ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് ഈ പാക്കറ്റിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇത് ട്രാൻസ്ഫാറ്റ് ഉണ്ട്, കഴിക്കരുത്. അപ്പൊ മഞ്ചിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് കഴിക്കരുത്. അറിയാമല്ലോ. കിറ്റ്കാറ്റിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് കഴിക്കുക. ചോക്ലേറ്റ് ഒക്കെ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കുമ്പോ ഇതുകൂടെ അയച്ചാണ് पंजाब में कुछ नहीं मिलता ट्रांसफाट ट्रांसफाट बोलेगा तो अगला जो बच्चों को अगला बच्चा नहीं होगा। दूसरा ट्रांसफाट अपना कोरोनरी आर्टरी को ब्लॉक करता है। तीसरा ट्रांसफाट कैंसर रोजनी के ये मेरा पास है ट्रांसफाट മൈദയും ട്രാൻസ്ഫാറ്റ് മൊത്തം ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. മൈദയുടെ ബാക്കി ഇതെല്ലാം വ്യക്തമായ കാഴ്ചപ്പാട്. मैं जो बोलते वो सब विथ एविडेंस का साथ में बोलते। कोई मई के लाल मंदिर तो बोलने नहीं तो मेरा ऊपर केस था। मैं मंजूर कोई भी एक ऑन्कोलॉजिस्ट हो हमको बोल मेरे को मिलने के लिए बोली। ये मेरा जवाब का अगर इलाज मेरा जवाब जो क्वेश्चन पूछते उसको जवाब देगा तो उसी दिन उसका मैं पाव पकड़ने का तैयार है, उसी दिन ये छोड़ने के लिए भी तैयार है। एक तो मैं सच्चा होना मंद है, नहीं तो वो लोग सच्चा होना। तो ये पूरा हिंदुस्तान को लूट रहे बराबर है क्या? ये एक इनको मालूम है कि ये सब खाने में कौन सा बीमारी आते हैं? ये देखो दूसरा आपने जो एक केक खा रहे वो भी इसका मुर्गी को कैसा लीवर बढ़ाते कर देखो देता है नहीं देता। इसको कंप्रेसर से फनल से इसका अंदर खाना दे रहे फिर वापस उल्टी नहीं करेगा। कोई बेड मतलब चिड़िया उल्टी नहीं करते, इधर के जाने के बाद अंदर जाते हैं। इसके बाद में ये ऐसा खाना खिला के उसको सोने को नहीं देगा, तो ऐसा पिंजरे में रखता है। ऐसा पिंजरे में रखने के बाद में इसको ये बैठने को नहीं होते, ये पाव सब सूजन होके ये हो रहा है। इसके बाद में फिर ये खाना नहीं बंद करके बोलते तो भी पकड़ के उसको कैसा खिला रहे देखो। इसके बाद में देखो उसका गांड का बाजू से खून आ रहा है, ऐसा खाना खिला के तो इसका लीवर इतना बड़ा हो जाएगा। ऐसा मर के ऐसा खाना खिला के मार डालते हैं। ഇങ്ങനെ ശാപ്പാട് കൊടുത്ത് കൊല്ലുവാണ്. അപ്പോഴാണ് ഇതിന്റെ വയറ്റിൽ നിന്ന് ഇത്രയും വലിയ केक डाले केक ऐसा केक मिलेगा। वो केक अपन बैठ के उसी में बैठ के होटल में जाके ऐसा बैठ के जो तुम लोग जो केक खा रहे उसको पहले एक बार देखो, ഒരു പ്രാവശ്യം കാണ് ഈ കോഴിക്ക് എങ്ങനെ ആഹാരം കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കുന്നത് കണ്ടാ നിങ്ങൾ പണൽ വെച്ച് ഹൈഡ്രോളിക് ജാക്ക് വെച്ചാണ് കൊടുക്കുന്നത്. ജാക്ക് വെച്ച് കൊടുത്ത് ലാസ്റ്റ് ഉറങ്ങാനും പറ്റുന്നില്ല, കിടക്കുമ്പോ ഉറങ്ങാൻ തുടങ്ങിയാൽ വീണ്ടും കുത്തിക്കയറ്റും. അങ്ങനെ ആഹാരം കൊടുത്ത് കൊല്ലുവാണ് ഇതിനെ. അങ്ങനെ ലിവർ അങ്ങനെ ലാസ്റ്റ് കിടന്നതിനെ എങ്ങനെ പുറത്ത് പോക്കാൻ പറ്റാതെ വരുമ്പോൾ ആ ലിവർ വലുതാക്കി വീണ്ടും ഉണ്ടാക്കും. അങ്ങനെ വലിയ കേക്ക് ഉണ്ടാക്കി ആ കേക്കൊക്കെ മേടിച്ച് തിന്നുന്ന ഒറ്റ ഒരുത്തരും നന്നാവൂല, ഒരൊറ്റ ശരിയാവത്തില്ല. ഇതിന്റെ ഇത്രയും അതിന്റെ ശരീരത്തിൽ കയറുന്ന अड्रिनल ग्लैंड प्रवर्तित इसका शरीर में जो अड्रिनल ग्लैंड बनते उसके वो खून में जाते तो वो जिसमें खाते उसको भी यही स्वभाव होने वाला है। तो ये बच्चे लोग को खिलाएगा तो उसका भी यही हाल है। वो बच्चा बोलेगा तो सुनेगा नहीं, कोई कुछ बोलने को बोलेगा ഇത് തിന്നുന്ന കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല. ഇത് 5 വർഷം കൊണ്ട് വളരേണ്ടുന്ന കോഴിക്കുഞ്ഞിനെ 27 ദിവസം കൊണ്ട് 45 വയസ്സ് വരെ കൊണ്ട് വളർത്തിയെടുക്കാൻ നിങ്ങൾ അതിന്റെ പുറത്ത് കൊടുത്ത ഹോർമോണുകളും ആന്റിബയോട്ടിക്കുകളും ആ जो साल तक जो पक्का होने का बड़ा होने का जो मुर्गी का बच्चा को आपने 27 डेज और 45 डेज का बीच में जो बड़ा करके जो आपने खाने के लिए देते उसका शरीर में जो देते वो जो एंटीबायोटिक हार्मोन जो ईस्ट्रोजन हार्मोन
ये सब जो है ये बच्चे के ऊपर अगर जाएगा तो ये बच्चा का भी शरीर बढ़ेगा, समझा? अरे ना नामकल 3 मास नहीं मैंने बंदे नामकल में 2 महीने में मुर्गी अंडा डाल रहे, नामकल में 2 महीने में, और एक मुर्गी अभी 2 अंडा डाल रहे दिन में। इतना अभी टेक्नोलॉजी बढ़ गया है। ये सब खाना हम लोग खाएंगे तो अभी पहले 16 साल 17 साल में बच्चा मैच्योर होते, तो अभी 3.5 साल में बच्चा मैच्योर हो रहे हैं। മൂന്നര വർഷം ആ 3.5 വയസ്സിൽ കഴിഞ്ഞ കൊല്ലം അമൃതയിൽ ഒരു കൊച്ചി പ്രായപൂർത്തിയായി. 6 വയസ്സ് 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ പ്രഗ്നന്റ് ആവുന്നു. ആവുന്നുണ്ടോ? കാണിച്ചാ ഇവിടെ ഇരിപ്പുണ്ട്. 3 വയസ്സും 3.5 5 വയസ്സില് അതിനകത്തുണ്ട് ഒരു കൊച്ചു കുഞ്ഞ് 6 വയസ്സുള്ള കൊച്ചു ഗർഭിണിയായി കിടക്കുന്നു. 6 साल का बच्चा प्रेग्नेंट होके पड़ा, देखो तो बच्चा का मन में ऐसा ऐसा चिंता कैसा आया? आंगुटिകൾ जो लड़के लोग अभी चंदी सब इतना हो रहे और उसको छाती बढ़ रहे, लड़के लोग का, और लड़के लोग को मूछ नहीं आ रहे, लड़की को मूछ आ रहे, क्यों? ആൺകുട്ടികൾക്ക് മീശ കളിക്കാതെ ഈ പുതിയ പുതിയ ഹോർമോൺ അതെല്ലാം നിങ്ങൾ കഴിക്കുന്ന ബൂസ്റ്റ്, കോംപ്ലാൻ, ഹോർലിക്സ്, കെല്ലോഗ് ഇതൊക്കെ തിന്നുമ്പോ നമ്മുടെ കുട്ടികളെ നിങ്ങൾ നശിപ്പിക്കുകയാണെന്നും ആ കുട്ടി ജീവിതത്തിൽ പറഞ്ഞാൽ കേൾക്കൂലെന്നും ആ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന ഈ ഹോർമോൺ ഇത്രയും അവന്റെ കാലനാണെന്നുള്ള വിവരം പഠിച്ചു വെച്ചോളുക. वो सब खाना जो बूस्ट जितना अपने हार्मोन का जो बेबी फूड है सबका अंदर खराब है करके अभी जो डिक्लेयर हो गया है, तो भी हम लोग बिना के खिला रहे, रोज पेपर में आ रहे, तो भी हम लोग सुनता नहीं है. वो सब खाने वालों को समझाते മനസ്സിലായാ പറഞ്ഞു. ഇതൊക്കെ തിന്നിട്ടുണ്ടാകുന്ന രോഗമേ ഇവിടെ ഉള്ളൂ. ഇത് തിന്നിട്ടുള്ള രോഗമേ ഇവിടെ ഉള്ളൂ. ഇത് പഠിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. പണ്ട് നമ്മള് ചിക്കനൊക്കെ തിന്നുമ്പോ അതിന്റെ കുടലും മണ്ണൊക്കെ കുഴിച്ചളയല്ലേ ഉള്ളായിരുന്നു. ഇപ്പോഴും ചിക്കൻ്റെ ഒക്കെ തിന്നു. അത് ഏറ്റവും കൂടുതൽ പണ്ട് നമ്മള് ആടിന്റെ കുടലങ്ങ് ആരെങ്കിലും എടുക്കുമായിരുന്നു, അത് കണ്ട അറപ്പായിരുന്നു. അതിന് നമ്മള് അമ്മ പറഞ്ഞ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൊക്കെ തിന്നുന്നതാണെന്ന് അവർ പറയുന്നത് എന്താണ്? എടാ കുടലും പണ്ടം കൊണ്ട് കുഴിച്ചിടാൻ പറയും പറയല്. അതിന് കുടലും പണ്ടോ എന്നാണ് പറയുന്നത്. അത് തിന്നാൻ തുടങ്ങിയപ്പോഴാണ് പോട്ടിയായത്, മനസ്സിലായോ? പോട്ടിയുടെ മലയാളം എന്തുവാ? പോട്ടിയുടെ മലയാളം എന്തുവാ? പാണ്ടോന്നല്ല, കുടലും പാണ്ടോ എന്ന് പറ. അതായത് അങ്ങനെ പറയുമ്പോ ഒരു വൃത്തികെട്ട സാധന. അങ്ങനെ പറയുമ്പോ പോട്ടി എന്ന് പറഞ്ഞാൽ സാധ്യത. അത് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ നിന്ന് അതിന് ഇംഗ്ലീഷ് പോയി കണ്ടുപിടിച്ചോണ്ടല്ലേ. നിങ്ങൾ ആരെങ്കിലും കയറിയിട്ട് ഒരു ഹോട്ടലിൽ കയറി എന്നിട്ട് പറയോ ഒരു പ്ലേറ്റ് കുടലും പണ്ടം വരട്ടെ അതിന് പറയാം? ഇല്ല ഇല്ല, ഒരു പ്ലേറ്റ് പോട്ടിക്കറി തന്നെ കുടലും പണ്ടം എന്നാലും പറയാം. ഇല്ല, പക്ഷേ ഇത് കുടലും പണ്ടം തന്നെ അല്ലേ പോട്ടി ആണോ? ഇല്ല. അപ്പൊ പന്നിയുടെ കുടലിന്റെ ഗതി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? പന്നിയുടെ കുടലും മാരത്തിലുണ്ടല്ലോ, ഉണ്ടായില്ല? പന്നിയുടെ കുടത്തിന്റെ ഗുണം അറിയാം. അറിയണമെങ്കിൽ കാര്യം ചെയ്യണം. നല്ല തമാശ കാണിച്ചതാണ്. പളനിയിൽ പോകുന്നവരോടും ചോദിക്കും, പളനി പെണ്ണുണ്ടോ? ഇപ്പോഴുണ്ട്. ആ പളനി പോകുമ്പോൾ 2 സൈഡിൽ ഇങ്ങനെ ആൾക്കാർ ഇപ്പില്ലേ പിറ്റയ്ക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സീസണിൽ ചെല്ലുമ്പോ കുറെ പേര് വേറെ വെളിക്കടത്ത് ഉറങ്ങുന്നില്ലേ? ഇവരൊക്കെ നേരം വെളുക്കുന്നതിന് മുമ്പിട്ടേക്ക് പോയി കക്കൂസി പോകുന്നുണ്ടാവും. അപ്പൊ ഈ പന്നികളെല്ലാം അതിന്റെ പുറകെ പോകും. വേണ്ടുണ്ടോ അവന്റെ ഐസ്ക്രീം മേടിക്കാൻ? ആരുടെ ഐസ്ക്രീം മേടിക്കാൻ? പന്നിയുടെ ഐസ്ക്രീം ആണോ മനുഷ്യന്റെ സാധനം? അപ്പൊ പന്നി അവന്റെ ഐസ്ക്രീം മേടിക്കാനാ പോന്നെ. അതിന്റെ പന്നിയുടെ ആ പന്നിയുടെ ഐസ്ക്രീം അവൻ അടിച്ചിട്ട് വന്നിട്ട് അതിന്റെ കുടലും പണ്ടത്തിനകത്ത് എന്തായിരിക്കുമേ? എന്താ പറയായിരിക്കും? അതിന്റെ കുടലും പണ്ടത്തിനകത്ത് എന്തായിരിക്കും? അതല്ല തീട്ടം എന്നൊക്കെ പറ മലയാളം അല്ലേ? തീട്ടം കടി പറയുന്നേ. ആ തീട്ടം തിന്നാനുള്ള യോഗമാണ് നമുക്കുള്ളത്. എന്ത് രുചിയാണെന്നറിയാൻ വേവിച്ച് വെച്ച് കഴിഞ്ഞ് തിന്നുന്നത്. അതിന്റെ കുടലും പണ്ടാണ് ഐസ്ക്രീമിനകത്ത ബേസ്. വിളിപ്പുണ്ട്, കാണിച്ചു തരാം. പൊടി എടുക്കണോ? കുടലും പണ്ടത്തിന്റെ പൊടി ഇരിപ്പുണ്ട്. ഇതാണ് ഐസ്ക്രീമിന്റെ ബേസ്. ഇതാണ് നക്കി നക്കി അടിക്കുന്നത്.
എന്ത് ടേസ്റ്റാന്നല്ലോ. ആരുടെ എന്തിന് പിച്ചക്കാരന്റെയും കുഷ്ഠരോഗിയുടെയും എവന്റെയൊക്കെ തീട്ടത്തിന് ഇത്ര ടേസ്റ്റ് നമ്മൾ അയച്ചിനായി ഇഷ്ടം പോലെ വായിക്കുന്നു. പിള്ളേർക്കും മേടിച്ചു കൊടുക്കും. നിങ്ങൾ 30 രൂപയ്ക്കൊക്കെ 1 ലിറ്റർ ഐസ്ക്രീം കിട്ടുമ്പോൾ ആലോചിക്കണം ഇതൊക്കെ എങ്ങനെ വരുന്നേന്ന്. 30 രൂപ ഉള്ള 1 ലിറ്റർ ഐസ്ക്രീമിന് ഇല്ലേ? 30 रुपए में 1 लीटर आइसक्रीम मिलेगा तो उसमें क्या क्या डालेगा है? 30 रुपए को देगा तो बेचने वाले को 10 रुपए, बनाने वाले को 10 रुपए, बाकी कितना है बोलो ना, कितना है? 10 रुपए भी नहीं है उसमें। डुकर समझते हैं, डुकर पिग उसका जो एंस्टाइन वही है आइसक्रीम का बेस। किसको होगा तो बोल, मेरे पास है, मैं देगा उसको। मैं 4-5 साल से मैं नीचे में डालेला है, कोई अभी तक कुछ बोला नहीं। आने दो ना, इतने एविडेंस से बोलते हैं, उसको दे देगा। किसी को भी अंदर तो बुलाओ, समझे आपने? ये सब ब्राह्मण लोग भी खा रहे हैं, और जो पूजा करने के लिए जाते हैं तो वो भी आइसक्रीम लेके खा के जाते हैं। पूजा ചെയ്യുമ്പോൾ അവരും ഐസ്ക്രീം കഴിച്ചിട്ടാ പോകും. ശബരിമലയിലും കിട്ടി ഐസ്ക്രീം. പിന്നല്ലേ ബാക്കി. അപ്പം ഇറച്ചി, മുട്ട, മീന്, मच्छी, मटन, चिकन, बीफ, ये कुछ भी नहीं खाने का। मच्छी अभी देखो, सुक्का मच्छी अभी कोई चूहा नहीं खाते, मतलब बिल्ली नहीं खाते, और जो अभी मच्छी चूहा नहीं खाते, उसको मालूम है इसके अंदर वो है। അപ്പം ഇറച്ചി, മുട്ട, മീൻ എല്ലാം നിർത്തി. അടുത്തത് പലവ്യഞ്ജനങ്ങളെല്ലാം വാങ്ങിച്ചു കുടിക്കും. ഒറ്റ പലവ്യഞ്ജനങ്ങളും വാങ്ങിക്കില്ല. ईस्टर्न करी पाउडर इപ്പൊ കണ്ടാലല്ലോ. ईस्टर्न करी पाउडर का जो देखा आपने अभी महाराष्ट्र से എന്നെ കാണുമ്പോൾ നീ നിന്നോ നോക്കണം. एक आपको तमाशा दिखाता हूं. ये एनएस का है, हींग. हींग इसका अंदर हींग नहीं है करके इसमें लिखेला है. ഇത് കായത്തിനകത്ത് കായമില്ലെന്ന് വ്യക്തമായി എഴുതി വെച്ചുകൊണ്ടാണ് ഇത് പറ്റിക്കുന്നത്. അറബിക് ഗം 60%, മൈദ 30% മണം അടിച്ചിരിക്കുന്നു. കായത്തിന്റെ മണം അടിച്ചേക്കുക. കായം കാം സ്മെൽ മാറി ഒരു പേട്ടി ഉണ്ട്, ഒരു ബാഗ് ഉണ്ടല്ലോ. അത് ഇപ്പൊ ഇങ്ങനെ ഒരു ബാഗ്, ഒരു സഞ്ചി ഇരിപ്പുണ്ടല്ലോ അവിടെ. ഇതുപോലെ ഒരു സഞ്ചി ഇത് स्लाइस आप लोग स्लाइस पीते ना, मैंगो स्लाइस. अरे स्लाइस में मैंगो नहीं है, ये केमिकल है, यही है स्लाइस. यही पीते है ना, इधर कुടിക്കുന്നത്. 200 ml അങ്ങ് വന്നോ? വന്നില്ലേ? വന്നില്ലേ? വന്നില്ലയോ? ആയാ 20. ഇതാണ് ഈ കെമിക്കൽ അങ്ങോട്ട് ഒഴിച്ചാണ് കുടിക്കുന്നത്. ഇതൊക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കണം. അപ്പൊ പിള്ളേർക്ക് ലുക്കീമിയ, ഏതൊക്കെ ക്യാൻസർ വേണോ ആണ്. കാരണം ഇതിനകത്ത് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ക്യാൻസർ ഉണ്ടാക്കുന്നതാണെന്ന് തെളിവുണ്ട്. ഇതാണ് പ്രൊപ്പലിൻ ഗ്ലൈക്കോളും ആസിഡുമാണ് ഈ സാധനം. ഇതായിരുന്നു മേടിച്ചു കുടിക്കണേ. ये प्रोपलीन ग्लाइकोल एसिड ये सबसे बना हुआ फ्लेवर है. ये अभी आर्टिफिशियल क्लियर लिखा हुआ है आर्टिफिशियल, समझा? अभी ये है कैप्सिकम. महाराष्ट्र से 12 रुपए में 1 किलो भूसा आते ना, लकड़ा जो खाते तो भूसा, वो भूसा आते हैं, उसका अंदर कलर मारते हैं. और ये आज थोड़ा सा इसमें टच ले करो. अरे बस हो गया है. क्या आया? हाँ आया. उसको भी दे दो, सबको दे दो थोड़ा थोड़ा, बस होता है. टेस्ट 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 मेरी चीज.
ധരിച്ച് അതൊക്കെ പൊടിക്കകത്ത് കളറും ചേർത്ത് ഇതും ചേർക്കുമ്പോഴാണ് മുളക് പൊടിയാവുന്നത്. ഇതാ മേടിച്ചത് ഇവിടെ പാക്കറ്റ് തിന്നുന്നത്. ഇത് ഞാൻ बॉम्बे से മേടിക്കുമ്പോ ആ ചെറുക്കൻ എന്നോട് പറഞ്ഞത് मैं बॉम्बे से खरीदा तभी वो लड़का मेरे को क्या बोला था मैं तब ये जो आदमी खाते हैं ना उसका गान तक जला नहीं तो पैसा नहीं बनते समझा इतना ഗ്യാരണ്ടഡ് हो എന്ന് പറഞ്ഞാൽ അവന്റെ ആസനം വരെ കത്തിയിലെ കാശ് വേണ്ടാണ്. അത് പറഞ്ഞു ഇതിനെന്താ ക്വാളിഫിക്കേഷൻ അവൻ പറഞ്ഞു. ഇതൊക്കെ തിന്നിട്ടുണ്ടാക്കുന്ന രോഗം അവിടെ ഉള്ളത്. ഇനി നിങ്ങളുടെ കൊച്ചിന് മേടിച്ചു കൊടുക്കുന്ന എന്താ പറയുന്നേ ആഹാ നമ്മുടെ കോക്കനട്ട് കാഞ്ചി കറഞ്ചി 1000 കിലോ വെച്ചിട്ട് ഒരു കുപ്പി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോ കാഞ്ചു മനസ്സിലായോ? ഇത് അവിടെ തേങ്ങാപ്പെണ്ണാക്കിനകത്ത് ഇത് ഒഴിക്കുമ്പോഴാണ് ക്രാഞ്ചുന്നത്. ഇതൊക്കെ മേടിച്ച് പിള്ളേർക്ക് കൊടുക്കുക. ബിസ്ക്കറ്റ് തിന്നുക, ബ്രെഡ് തിന്നുക, ഇതെല്ലാം മേടിച്ച് കൊടുത്തേച്ച് നിങ്ങൾ കൊണ്ട് നടക്കുക കുട്ടികളെ കൊണ്ട് ഡെയിലി ആശുപത്രിയിൽ. അപ്പൊ ഇതൊക്കെ മേടി മാർക്കറ്റിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കാനാണ്. ഇതാണ് ഏറ്റവും വലിയ തമാശ. മൈദ കൊണ്ടുണ്ടാക്കിയ അരി, ബാബിനോ കമ്പനിയുടെ മൈദയുടെ അരി ബിരിയാണി ഉണ്ടാക്കുന്ന ഇതുകൊണ്ടാ. ഇതാണ് ബിരിയാണി അരി, മൈദയുടെ അരി. അത് അവരെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വ്യക്തമായി ഇതിനകത്ത് അതിന്റെ കവർ കാണിച്ചതാ. നിങ്ങൾ അങ്ങനെയൊന്നും വിശ്വസിക്കണ്ട. അതിന്റെ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. അതിന്റെ കവറാണിത്. ഇതുണ്ടോ എഴുതിയേക്കുന്നുണ്ടോ? സ്ലിം റൈസ്. അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് വീറ്റ്. എന്താ മൈദ കൊണ്ടുണ്ടാക്കിയ അരി എഴുതി വെച്ചുകൊണ്ടാണ് നമ്മളെ പറ്റി. എത്ര പേർക്കറിയാം അതിന്റെ കവറായത്? വീറ്റ് എഴുതുന്നുണ്ടോ? വീറ്റ് സ്ലിം റൈസ്. അപ്പൊ ഇതിനകത്തൊരു ഇനിയൊരു തമാശയുണ്ട്. എല്ലാം അതിനകത്ത് വീണു. ഒരു അല്ലടാ. ഞാനൊരു കാര്യം ഇതൊന്ന് പൊട്ടിച്ചു. ഇത് വെച്ച് പൊട്ടിക്കണം. കിറ്റാറ്റ് വെച്ച് പൊട്ടിക്കണം. ഈ കിറ്റാറ്റിനകത്തൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, വായിക്കണം കേട്ടോ. ട്രാൻസ്ഫാറ്റർ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇതുകൂടെ എഴുതിയിട്ടുണ്ട്, മൈദ എഴുതിയിട്ടുണ്ട്. പൊട്ടിച്ചാണോ? ഈ അരി വെച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇതൊരു 2 തുള്ളിയും കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ബിരിയാണി റൈസ് ആവുന്നത്. ഇത് 2 തുള്ളിയും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക അരിയുടെ പുറത്ത്. അപ്പൊ ബിരിയാണി അരിയായി. ബിരിയാണി അല്ല, ചോറായി. അതിനകത്ത് എഴുതിയിട്ടുണ്ടോ? ഇത് നോക്കിക്കോളൂ. ഇത് മഞ്ഞൾ പൊടിയാ. ഈ മഞ്ഞളുടെ പുറത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് हल्दी पाउडर बोल के देते हैं, उस कंपनी का है। सोडियम क्लोराइड इंग्रेडिएंट्स
ट्राट्रासिन എല്ലാ പെയിന്റ് ट्राट्रास डाई कंटेंट पेंट का मेजरमेंट डाई कंटेंट 22.5%. इंडस्ट्रियल रॉ मटेरियल तिन्नानुള്ളതല്ല खाने खाने बस वो लोग काम खत्म हम लोग लेके जाके बिरयानी बना हाँ ശരിയാണോ ഇരിക്കാം ഇത് ഏതാ കൊച്ചിന് കൊടുക്കുന്ന ചോക്ലേറ്റ് മൈദയും കളറും മണവും ഞാനിങ്ങൾ കൊടുക്കുന്ന ചോക്ലേറ്റ് ചോക്ലേറ്റ് തന്നെ അതിന് തിന്നുന്ന സാധനം അതൊക്കെ മേടിച്ച് തിന്നാറുണ്ടോ പറഞ്ഞ അവർ കൊടുത്തേ ഇതൊക്കെ മേടിച്ച് കൊച്ചിന് കൊടുക്കുമ്പോൾ കൊച്ചിന് ക്യാൻസർ മേടിച്ച് കൊടുക്കുക അന്ന് പഠിച്ചുകൊടുക മിഠായിയും ചോക്ലേറ്റും ഐസ്ക്രീമും എല്ലാം മേടിച്ച് കൊടുക്കുമ്പോ എന്റെ കൊച്ചിന് എന്ത് മേടിച്ചു കൊടുക്കണേ ക്യാൻസർ മേടിച്ചു കൊടുക്കും എന്നിട്ട് ഞങ്ങൾ മിംസിൽ കൊണ്ടുപോയി ഞങ്ങൾ അമൃതയെ കൊണ്ടുപോയി ലക്ഷോറിൽ കൊണ്ടുപോയി അവിടെ എല്ലാം കൊണ്ട് ഒരു രക്ഷയില്ല വൈദ്യുതി ഈ വൈദ്യുതിക്കൊല്ലം ചെയ്യാൻ പറ്റുമോ എനിക്ക് വൈദ്യുതിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നിർത്തുക അല്ലേ ശരിയാ നിർത്തോ എന്നാ റൂട്ട് ശരിയാണോ എത്ര % ശരിയാ अब हमारा रूट का बराबर है कि नहीं कितना %? ये सब बदली करने से बिना मेरा पास कोई सेवा नहीं है. ഇത് മാറ്റാതെ എന്റെ കയ്യിൽ ഒരു മരുന്നുമില്ല. ഇത് മാറ്റിയാ മരുന്നും വേണ്ട, നിങ്ങൾക്കൊക്കെ പോവാം. മനസ്സിലായോ? എന്റെ കയ്യിൽ ഫസ്റ്റ് മനസ്സ്, फर्स्ट मेरा मन, दूसरा नंबर खाना, तीसरा नंबर दवा. दवा मेरे पास 10% वे भी नहीं है. ये सब बदली करो. आप कैसा किधर पहुंचते हैं वो उनको मालूम. इसका अंदर बैठ के वही बना रहे, वही इसका अंदर बैठ के वो सब कर रहे हैं. उसको मालूम है कैसा बचाने का है, उसको बचाने का मौका दो, वो कुछ करने दो. वो करने का देगा नहीं. कितना भी आप उसको कष्ट देते तो भी वो बेचारा वो कितना भी कोशिश कर रहे बचाने के लिए. ये कुछ नहीं आते. अंदर का जो पोइजन है, टॉक्सिन है, उसको बाहर भेजने का. उसको बंद मत करना. बंद करेगा तो बेचेगा नहीं. उसको बाहर ही जाना मन. अंदर से दबा, उसको बाहर निकाल. उधर से आप कुछ मलम लगा के, नहीं तो कुछ वही लगा के आपने बंद करेगा तो नहीं होने. उसको बाहर का बाहर ही आना मन. വേറെ പുറത്തോടെ കൊടുത്ത് മരുന്ന് കൊടുത്താലൊന്നും ഈ രോഗം മാറൂല. അകത്ത് തന്നെ കൊടുക്കണം, അത് കോശത്തിന് തന്നെ കൊടുക്കണം. കോശ സിദ്ധാന്തം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ വാ എന്റെ കൂടെ, എല്ലാ രോഗവും മാറ്റാൻ പറ്റും. ഇപ്പൊ ശരിയാവുന്നുണ്ടോ? ഇനി എണ്ണ, അവനവൻ ഉണ്ടാക്കുന്ന എണ്ണയെ കഴിക്കാൻ പറ്റുള്ളൂ. വെളിയിൽ നിന്ന് വെളിച്ചെണ്ണ മേടിക്കൂല, വെളിയിൽ ഒരു എണ്ണയും മേടിക്കില്ല. എണ്ണയിൽ വറുത്ത സാധനം തിന്നൂല. എണ്ണ വറുക്കുന്ന സാധനങ്ങൾ എല്ലാം നാല് ഈ സാധനം ഇതെല്ലാം ക്യാൻസർ ആണെന്നുള്ളത് ഇതൊക്കെ അങ്ങോട്ട് മേടിച്ചിരുന്നങ്ങോട്ട് തിന്നുമ്പോ അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് മൈദ ഈസിക്കൽ ടു ക്യാൻസർ. അതറിയാലോ. അലാക്സിൻ ഇതിനകത്തുള്ളിടത്തോളം കാലം പാൻക്രിയാസിന് ക്യാൻസർ ഉണ്ടാക്കുന്നു മാത്രമല്ല നമ്മുടെ ദഹന പ്രക്രിയ മൊത്തം താറുമാറാക്കുന്ന ഒരു സാധനമാണ് അലോക്സൻ. അത് മൈദക്കകത്ത് സോഫ്റ്റ് ആക്കുന്നതിന് ഉപയോഗിക്കുന്ന പശയാണ് അലോക്സൻ. ആ സാധനമാണ് നിങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ബ്ലീച്ചിങ് പൗഡർ തറ കഴിയുമ്പോ അതിനകത്തുനിന്നൊരു പത വരും. ഒരു ക്ലീൻ ചെയ്യുന്നത് അതിനകത്തുനിന്ന് ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് അലോക്സൻ. അതാണ് ആ ക്ലീൻ ചെയ്യുന്നത്. അതേപോലെയാണ് ഈ ബ്ലീച്ചിങ് പൗഡർ ഇതിനകത്തിടുമ്പോൾ ബെൻസോയിൻ പെറോക്സൈഡ് എന്ന് പറയുന്ന കെമിക്കല് ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ആ ബെൻസോയിൻ പെറോക്സൈഡ് ആണ് ഗോതമ്പിന്റെ അവസാനത്തെ ചണ്ടിയെ സോഫ്റ്റ് ആക്കി എടുത്തിട്ട് പണ്ട് ഇവിടെ ഇംഗ്ലണ്ടിൽ നിന്ന് മൈദയായിട്ടല്ല വന്നത്, അമേരിക്കൻ പശയായിട്ട് വന്നു. വാൾ പോസ്റ്റ് ഒട്ടിക്കാനും സിനിമാ പോസ്റ്റ് ഒട്ടിക്കാനും കൊണ്ടുവന്ന പശ തിന്നാൻ തുടങ്ങിയപ്പോഴാണ് ഈ പുതിയ പുതിയ പേരുകളും ഇതില്ലാതെ കേരളക്കാരന് ജീവിക്കാൻ പറ്റാതെ ആയ ഒരു അവസ്ഥ. അതിന്റെ കൂടെ ശകലം തുരിശും കൂടെ ചേർക്കുമായിരുന്നു ഉറുമ്പരിക്കാതിരിക്കാൻ. അങ്ങനെ ഒട്ടിച്ചിരുന്ന ഈ സാധനത്തിനാണ് ഇപ്പോൾ ഏറ്റവും വലിയ സാധനമാണ് നമ്മൾ തിന്നുന്നത്. അപ്പം അതും നിർത്തി. സംജാബിനെ മേലെ ബാത്തു नहीं. मैदा बोलेगा तो पुराना टाइम में हमारा बचपन का टाइम में जो वॉल पोस्ट और सिनेमा पोस्टर और पार्टी का जो पेपर सब चिपकाने के लिए जो गम बनाया था, वही गम था. आज खाना खा के अभी सब कुछ उससे बन रहे. तो पूरा अपना बीमारी और कैंसर सबका पीछे ये ऐसा खाना है. समझा ना? और इसका और तेल में एक बार तेल में फ्राई किया हुआ चीज पुराना लोग कोई भी वापस आता नहीं था.
एक बार बनाने के बाद में दूसरा बार बनाएगा तो कोलेस्ट्रॉल है. कोलेस्ट्रॉल कौन बनाता कोलेस्ट्रॉൾ? ആരാധന കൊളസ്ട്രോൾ പറഞ്ഞു അല്ലേ? കൊളസ്ട്രോൾ ഉണ്ടാവുന്ന എവിടുന്ന? കൊളസ്ട്രോൾ ഇസിക്കൽ ടു മദ്യം, കൊഴുപ്പ്. അവനങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഓക്സിഡേഷൻ നടക്കുക, ചെയ്യുമ്പോഴാണ് ഇതെല്ലാം നടക്കണേ. കൊളസ്ട്രോൾ ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. LDL HDL बोलते हैं ना हम लोग मलयालम में चट्टन पोटन बोलते हैं. एक चट्टन और एक पोटन. अरे ചട്ടനും പൊട്ടനും തോന്നോ മുൻപേ ഇത് രണ്ടുപേരും വേണം. രണ്ടുപേരും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. അതിന് മരുന്നല്ലേ വേണ്ടുന്നേ? എണ്ണ നിർത്തുക, എണ്ണ പലഹാരം കൂടെ നിർത്തുക, അപ്പം തീരും. കൊളസ്ട്രോൾ വേറെ മരുന്ന് വേണ്ട, എണ്ണ പലഹാരം കൂടെ നിർത്തുക. തേങ്ങ നേരത്തെ ആദ്യം വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ഇല്ല, അത് കഴിക്കാം, ധൈര്യമായിട്ട് കഴിച്ചോളൂ. പക്ഷെ ഒരു പ്രാവശ്യം വറുത്ത എണ്ണ രണ്ടാമത് ഉപയോഗിക്കരുത്. ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പാടും. രണ്ടാമത് പണ്ട് ആൾക്കാർ അത് വിളക്കത്തിക്കാൻ ഉപയോഗിക്കുള്ളായിരുന്നു. എന്തോ കൊളസ്ട്രോളോ? ഈ കൊളസ്ട്രോൾ എത്രയുണ്ട്? എത്ര ഉണ്ടെന്നോ എപ്പം ഞാൻ പറഞ്ഞാ കൊളസ്ട്രോൾ ഉണ്ടോ? 100, 200, 300 വരെ നോർമലാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. 300 വരെ കൊളസ്ട്രോളിനെ പറ്റി ചിന്തിക്കേണ്ട. 300 മേളിലോട്ട് പോകുമ്പോൾ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പം തലവേദന വരും. അപ്പം നിങ്ങൾക്ക് ടെൻഷൻ വരും. 300 കൂടി നോക്ക്, അപ്പം എല്ലാം കഴിക്കും. തൈറോയ്ഡ് 150 അങ്ങനൊന്നുമല്ല. തൈറോയ്ഡ് നോർമൽ പറ, നോർമൽ കഴിഞ്ഞാണ് 150 വരും. അത് പിടിക്കും. ആദ്യം പിന്നെ T3, T4, TSH. TSH 150. 150 ഒരിക്കലും വരില്ല. അതാ തെറ്റാ. 7 അത് 7 മറ്റേ പോയി ചെക്ക് ചെയ്താ 3. അവിടെ 7 ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് 3. അത് വേറെ ആരാണ്ട്, വേറെ ആരുടെന്നല്ല, ശസ്ത്രന്റെ. എത്ര 47? എത്ര ഉണ്ട്? 47 ആയിരിക്കില്ല, 0.47 ആയിരിക്കും. ഒന്നുകൂടെ 0.47. 0.35 മുതൽ മേലോട്ട് 5 വരെ, 5.5 വരെയൊക്കെ ഓക്കെ. സിഗ്മെന്റ് ഒന്നും ഇതൊന്നുമില്ല. 47 കൊടുക്കാണെങ്കിൽ അതിന്റെ നോർമൽ റേഞ്ച് എത്ര നോക്കാം? അപ്പുറത്ത് 0.4 എന്നാ. നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഒന്നുകൂടെ. അങ്ങനെയൊക്കെ വരുമ്പോ ഒരു 5 ടെസ്റ്റ് ചെയ്തിട്ട് മതി. ഇവിടെ അല്ല TSH, T3, T4 ചെക്ക് ചെയ്യുന്നത്. അതൊക്കെ ബോംബെ, കൽക്കട്ട ഇവിടെയൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതിന്റെ കാരണം ഇവിടെ അല്ല ടെസ്റ്റ് ചെയ്യുന്നത്. അവൻ നെറ്റ് വഴി മെസ്സേജ് അയച്ചു കൊടുക്കുക. അത് അയക്കുന്നത് താഴത്തവന്റെ മേലിലോട്ട് ആയി കഴിഞ്ഞാലും നെറ്റ് വഴി കാണാൻ, നെറ്റ് കൂടാതെ എഴുതുന്നത്. മേരെ രാജു, ഈ രാജു എന്നുള്ളതിന്റെ ഇവിടെ രാജു എന്ന പേര് വായിച്ചിട്ട് സ്കെയിലൊന്നും വെക്കാറില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ അതൊക്കെ വിട്, നമുക്ക് നേക്കാം. ഈ തൈറോയിഡിന് ഒത്തിരി ലക്ഷണങ്ങളുണ്ട്. അവിടെ ധൈര്യമായിട്ട് കൊണ്ടിരുന്നേ. തൈറോയിഡ് അങ്ങനെ ചുമ്മാ അങ്ങോട്ട് പേടിക്കായിരിക്കും. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കും. നിങ്ങൾ ആരും ഈ ശാപ്പാടോ നേരെ തിന്നാമോ? നിങ്ങളുടെ തൈറോയിഡൊക്കെ എങ്ങോട്ട് പോയി ഞാൻ കാണിച്ചു. എന്താ ശരിയല്ലേ? ഇത് നേരത്തെ ഇവിടെ തൈറോയിഡിന് മരുന്നില്ലെന്ന് അവർ തന്നെ പറയുക. നിങ്ങളോട് കണ്ടിന്യൂ ചെയ്യാനും പറയും. എന്തുകൊണ്ടും റേഞ്ച് കുറഞ്ഞു വരുന്നെങ്കിൽ അതിന് എന്താ കാരണം ഒന്ന് കണ്ടുപിടിക്കണം. അതിന്റെ കാരണം കണ്ടുപിടിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. ആഹാരം ഒന്ന് മാറ്റി വാ, ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം. അതൊന്നും തീരുമാനിച്ച് എൻ്റെ അടുത്ത് വരാമോ? അപ്പൊ നിങ്ങൾ സാധനം പോയിരിക്കും. സാധനം ആഹാരം മാറ്റുന്നത്. നിങ്ങൾ ചോറും കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചിട്ട് വാങ്ങി അത് വാഴയിലയിൽ ഒഴിക്കുന്നേ. വാഴയിലയിൽ ഒഴിക്കുമ്പോൾ കൂട്ടാൻ വേണ്ട. अपना ये केले का पत्ते के ऊपर गरम गंजी डालो, गरम चावल डालो और चम्मंदी डालो, चम्मंदी चटनी लेके खा के देख, आपको कोई दवा का जरूरत नहीं है. क्यों? वो जो गरम करने का टाइम है उसमें एक स्मेल आते हैं, हमारा पूरा 6 इंद्रियों को उठा देते हैं. 6 इंद्रिय उड़ते मனம் वारी कहिए जो गर्म होने का टाइम है उसका क्लोरोफिल पूरा खींच लेते हैं गंजी. वो क्लोरोफिल के लिए आपने अपना बाजी खाते हैं हरा भरा, वो हरा मिल गया. समझा? सिंपल ये सब उनका. वो माँ है ना, वो माँ को हम लोग बाहर भेजने का. अभी आप लोग कोई पता में डाल नहीं सकते. क्यों मालूम? क्या हमारा केरला में एक बहुत बड़ा एडवर्टाइजमेंट है. मेरा सासू को, सासू नहीं मरीमोड़ मलयाളം मरीमोड़ इंडियन
ससुराल सास अम्माई अम्मा मरीमोक എന്ന് പറയുന്നത് बहू मेरा बहू का बुद्धि देखो उसने ऐसे प्लास्टिक का पत्ता लेके उसमें खाता है। तो बुद्धि जिसको बुद्धि है वो कभी पत्ते का खेले में खाएगा नहीं, खेले का पत्ते में खाएगा नहीं, वो प्लास्टिक का पेपर में ही खाएगा। ऐसा हम लोग का दिमाग में बैठेला है मेरा बहू का बुद्धि। तो वो बहू कभी पत्ता लेके आ सकते हैं? पत्ता लेके आएगा तो उसको बुद्धि नहीं है। എന്റെ മോളെ ബുദ്ധിസാമർത്ഥ്യം കണ്ടില്ലേ? പേപ്പർ അതാണ് നമ്മളെ ബുദ്ധി. തിന്നാൻ വെച്ചൊന്ന് കയ്യിലിട്ട് വെട്ടത്തൊന്ന് കാണിച്ചു നോക്കണം, വട്ടത്തി കാണാം. അത്രയും പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് ഉണ്ട് മേടി, അത്രയും പ്ലാസ്റ്റിക് തിന്ന് അത് ബുദ്ധിയുള്ളൂ. ഇതാണ് എന്റെ കഥ. അപ്പൊ അടുത്തത് അത് നമുക്ക് പിന്നെ പറയാം, പിന്നെ സംശയത്തിനകത്ത് വരും. അപ്പൊ നമ്മള് എണ്ണ മാറ്റി അലൂമിനിയം പാത്രത്തിൽ ആഹാരം വെച്ച് കഴിക്കില്ല. കല്യാണ വീട്, ഹോട്ടല്, പാലുകാച്ച്, സൽക്കാരം, ഇവിടെ പോയി ശാപ്പാട് കഴിക്കില്ല, പച്ചവെള്ളം പോലും കുടിക്കില്ല. എങ്കിരി शादी फंक्शन होटल ये सब जगह पे जाके किसी का भी घर में जाके पानी तक नहीं पिएगा। आप शादी में जाएगा तो पानी लेके जाने का, अब पैकेट दे दो, उसका साथ में हो, खाना बना निकाल के दो, सब कुछ करो, उसका घर से एक ड्रॉप पानी तक नहीं पिएगा। तो ये सब केमिकल ही है। बच्चों शादी होने के बाद में घर पे जाएंगे तो आप एकदम टायर्ड होके सो रहे, ये पूरा केमिकल ही खा रहे। होटल में खाना खाएंगे तो भी यही हालत है, समझा? आज से इतना सब हो जाएगा क्या? इतने बच्चों കല്യാണ വീട്, ഹോട്ടല്, പാല് കാച്ച്, ഇവിടെ ചാപ്പാടൊന്നും ഒരു കഴിക്കാൻ പറ്റില്ല. പറ്റുമോ? അതൊന്നും എന്റെ കേക്ക് പോയിട്ട് ചായ ഇല്ലല്ലോ ഇവിടെ. പാൽ ഉൽപ്പന്നമല്ലോ, പിന്നല്ലേ ട്രെയിന്. ഇത്രയും സമ്മതമാണോ? ഇത്ര സമ്മതമാണ് ഇനി ഇരിക്കുമോ നിങ്ങള്? ഇത്ര നടക്കുന്ന കാര്യമല്ലോ ആണോ? शादी की जाएगा तो खाना पड़ता है, नहीं खाना खाएगा तो घर पे आके सो जाना पड़ता है, और दूसरा दिन में या और क्या क्या होता है ആയിക്കോട്ടെ. ഒരു ദിവസം കഴിച്ചാൽ പോയിഷൻ एक ही बार खाने का ना? എന്ത് പറയുന്നു? അത് ജീവിതം മുഴുവൻ കഴിക്കണോ? ഒരു ദിവസം കഴിക്കാൻ പോയി. പറഞ്ഞു ആണ് ഇതൊക്കെ ഇതെന്തോ സാധനം അറിയോ? ബിസ്ക്കറ്റിനകത്തിരുന്ന ഇതാ അമോണിയ, ഇതാണ് ബിസ്ക്കറ്റ്. ഇതിനകത്തൊക്കെ ഇരുന്ന് നിങ്ങളെ ബ്രെഡ് बिस्किट सब में डालना हुआ अमोनिया। ये कोलगेट, तुम लोग एक तमाशा दिखाता हूँ, ये कोलगेट का अंदर बेल एकदम क्लियर लिखा है, क्या लिखा मालूम क्या? कीप आउट ऑफ रीच ऑफ चिल्ड्रन। कोचिंग डाल को चेक कर 6 साल का अंदर जो बच्चा ये लेके ब्रश करेगा तो माँ बाप सामने खड़ा रहना पड़ता है। डू नॉट सोलो, गिलना नहीं बनता है। और एक खोलने का टाइम में कोई डॉक्टर को पूछने का, एक कैसा वापरने का, डायरेक्ट लेके आके खोलने का नहीं। और ये एक मुंह कितना है, छोटा मुंह अपना क्या बोलते हैं, मुंह समझते हैं, फायर, उतना ही लेने का। उसका एडवर्टाइजमेंट दिखाते हैं ब्रश निकाल के, ഒരു പയറുമണിയിൽ അത്ര എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം, उसका कारण क्या है? इसमें लिखा है इसका अंदर कैल्शियम कार्बोनेट, कुम्मायम, कैल्शियम कार्बोनेट और सोडियम लेवल सल्फेट, सल्फ्यूरिक एसिड का स्लरी, चिली का पारापड़ी, नहीं तो अपना रॉक का पाउडर, नहीं तो सैंड का पाउडर, टाइटेनियम डाइऑक्साइड मालूम, सोडियम सिलिकेट, कांच का पाउडर, मोनोसोडियम, मोनो फ्लोराइड, फ्लोरोफॉस्फेट, मोनो फ्लोरोफॉस्फेट, वो
फ्लोराइड ये सब अपना दांत को खराब करते हैं। ये सब लिखे हुए रखे हम लोगों को टीवी में क्या दिखा रहे हैं? ये सब खाते बच्चे का दांत गिराने के लिए। बच्चे का दांत गिरेगा तो ही उसका ट्रीटमेंट चलेगा। पहले उसको एक डॉक्टर दांत डेंटिस्ट का मेन चीज क्या है? उसका मेन चीज क्या है? रोगी। वो रोगी का दांत गिरेगा तो ही उसका काम है। पहले रोगी का दांत गिराने का काम है ये। ആദ്യം ഡോക്ടറെ എന്താ വേണ്ടത്? ഞാൻ പല്ല് വേണമെങ്കിൽ പല്ല് നേരെ ഇരുന്ന് അവർക്ക് ചികിത്സിക്കാൻ പറ്റുമോ? ആദ്യം പല്ല് കേടാക്കും. അത് ഈ പേസ്റ്റ് ഉപയോഗിച്ച് ഈ പേസ്റ്റ് ഏത് പേസ്റ്റ് എടുത്തു? അത് ഓർഗാനിക് ആയാൽ പോലും ഡാബറിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, അത് ഇരിപ്പുണ്ട്. അതിന് OBI हर्बल सब बहुत तमाशा ये हो रहे। तुम लोग सब लेके पढ़ो। पढ़ने के बाद में वापस ഉമുക്കി കൊണ്ട് പല്ല് വെക്കാൻ പഠിക്കും. അപ്പൊ എല്ലാം ശരിയാവും. ഇനി നിങ്ങളുടെ സംശയങ്ങൾ വല്ലതും ഉണ്ടോ ചോദിച്ചോളൂ. തിരിച്ചടുക്കളയിൽ കയറാതെ ഒരു രക്ഷയില്ല. നിങ്ങൾ തന്നെ ആദ്യം അറിയാം. ഒരിക്കലും പാടില്ല. വാക്സിനേഷൻ കൊടുക്കുന്നവർക്കാണ് അപകടം പറ്റുന്നത്. എന്റെ ഒരാവശ്യം, കാരണം അത് തട്ടിപ്പാണ്. ഇപ്പൊ അംഗനവാടി കൂടെയാണ് വാക്സിൻ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ആ കമ്പനിയുടെ ഫുൾ അഡ്രസ്സും റിക്കാർഡും തരുവാണെങ്കിൽ കൊടുക്കാൻ ഫുള്ളായിട്ട് എഗ്രിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കലും ചെയ്യില്ല. അതല്ല, വേണ്ടാലിപ്പോ ഗവൺമെന്റ് ഉത്തരവാദിക്കുന്നില്ല. വേണ്ടുന്ന കൊടുത്താൽ മതിയെന്ന് എല്ലാം മനസ്സിലായല്ലോ. വാക്സിൻ കൊടുക്കുന്ന കുട്ടികൾക്ക് അപകടം ഉണ്ടായി. അത് എന്നാ ഇപ്പൊ നിർബന്ധമല്ല, മാറ്റിയത്. ഇപ്പൊ നിർബന്ധമൊന്നുമല്ല, അതൊക്കെ മാറ്റി. അടുത്ത പറ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ ഒരു ഡോക്ടറോട് ചോദിച്ചു, കൊടുക്കുമ്പോഴേ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ കൗണ്ടിങ് അതിന് ഭയങ്കരമായിട്ട് ബാധിക്കും. അവരെ കുട്ടിക്ക് കൊടുക്കുന്ന എന്റെ സൈറ്റിലൊന്ന് കേറ്, കൊടുക്കുന്നതിന്റെ ദൂഷ്യഫലം കിടപ്പുണ്ട്. വാക്സിനേഷൻ ദേനേക്കാ ക്യാ അസർ പടുത്തേ ദേക്കോ ജാക്കെ പല. കല്യാണം കഴിച്ച കുട്ടികളില്ല എന്നുള്ളത് അതിന്റെ കാരണം ഈ കുത്തിവെപ്പാണ് വരുന്നത്. ഒക്കെ എന്നെ നെറ്റി കിടപ്പുണ്ട്. കൊടുത്തു മക്കളെ, ഇഷ്ടം പോലെ കൊടുത്തു. കൊടുത്തേ വെച്ചാൽ അനുഭവിച്ചോളൂ. പിന്നെ കൊച്ചിനെ വേണ്ട അതിന്റെ കൊച്ചിന് കൊച്ചുണ്ടാവാതെ കൊണ്ടാണ് ആശുപത്രി പോലും. എന്റെ മോക്ക് കൊച്ചുണ്ടാവുന്നതിനെ വേണ്ട അമ്മൂമ്മ നടക്കട്ടെ. ഇതെല്ലാം നടന്നോണ്ടിരിക്കുന്നേ. ഇപ്പൊ 40% ആൾക്കാർക്കും കുട്ടിയില്ലല്ലോ. പോരെ, ഇപ്പൊ പുതിയ ദമ്പതികൾ 40% കുട്ടികളില്ല. ആയി വരും, ഇപ്പൊ വരും. അപ്പൊ ഇതല്ലേ കഴിക്കുന്ന ട്രാൻസ്ഫാറ്റ്. അത് നമ്മുടെ മഞ്ചും കിഞ്ചും കുഞ്ചും ഒക്കെ കൂടെ ഇനി ഇഷ്ടം പോലെ അടിച്ചും കൊണ്ട് ഇഷ്ടം പപ്സ്, ഷാജ ഷേക്ക് അടിക്കും. പിന്നെ വെച്ച് അല്ലേ? എന്തെങ്കിലും ഉണ്ടോ? സംശയങ്ങൾ വല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അരി ഒന്നും അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം നിർബന്ധം. ഉണ്ടാക്കണ്ട, ഉണ്ടാക്കുന്നവന്റെ അടുത്തുനിന്ന് പോയി മേടിക്കാമല്ലോ. എന്റെ ഇവിടെ ഒരു കൃഷിയില്ല, പക്ഷെ എന്റെ സാധനം എല്ലാം ഉണ്ടല്ലോ. നിൽക്കില്ല, അവരെ ഉത്തരവ് നോക്കട്ടെ. ഒറ്റ ഉത്തരവ് 40 രൂപ കൂടി. 40 രൂപ കൊടുക്കുന്ന അരിക്ക് ഈ കൃഷിക്കാരനാണ് 40 കൊടുക്കാൻ നല്ല നിങ്ങൾ ഇവിടെ കൃഷിക്കാരൻ വരുമ്പോ എഴുന്നേറ്റ് കസേര കൊടുക്കുന്ന ഒരു കാലം ഇവിടെ വരും. അതുവരെ നോക്കിയിരുന്നോളൂ. जिस दिन जो किसान जो घर पे आएगा उसको तुम कुर्सी उठा के जब ही देगा, तब तक ये ऐसे जाएगा. अभी जो पूछा ना, वो बेचारा इतना मेहनत करके तुमको खाना खिला रहे, वो खाने के ऊपर उसको तुम इज्जत ही नहीं देते. उसको भगवान का बाद में वो खाना अन्नदाता है, वो तू पैसा देते हो अलग बात है. उसको मानो पाला जाता. जिस दिन എന്നാണോ കൃഷിക്കാരൻ വീട്ടിലോട്ട് കയറി വരുമ്പോ അവന് മാന്യത കൊടുക്കുകയും അവന് കസേര കൊടുക്കുകയും അവന് നിങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലം ഇവിടെ ഉണ്ടാവും. അത് സമയമായി. അല്ലെങ്കിൽ അവൻ തിരിയലെന്ന് വെച്ചാൽ നിങ്ങളെ തീർന്ന്, നിങ്ങളെ കാശൊക്കെ കൊണ്ട് നിങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിങ്ങൾക്ക് യോഗ്യമില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷം ആർക്ക് വേണമെന്നേ? 50 ലക്ഷം 60 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ ചന്ദനത്തിന്റെ കട്ടില് മേടിക്കാൻ നിങ്ങൾ ആഡംബര ജീവിതത്തിന് വേണ്ടി ഓടുമ്പോ അതിന്റെ പുറത്ത് കിടന്ന് ഒരു നേരം ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ ചന്ദനത്തിന്റെ കട്ടിൽ ആർക്ക് വേണപ്പ? അപ്പൊ പിച്ചക്കാരൻ വെളിയിൽ കിടന്ന് ഉറങ്ങുമ്പോ അവന് നിങ്ങൾക്ക് ദേഷ്യം വരും. ആദ്യം പോയിട്ട് ഈ ശരീരത്തിന്റെ ആവശ്യത്തെ പഠിക്കുക. കാശ് നിങ്ങളുടെ ആർക്ക് വേണം അത് പഠിക്കുക പോയി ആദ്യം. അപ്പൊ എല്ലാം ശരിയോ. പൈസയോടുള്ള ആർത്തി നിങ്ങളെയൊക്കെ മനസ്സിൽ നിന്ന് ഇറക്കി വെക്കാമെങ്കിൽ രോഗം പമ്പര വിടും. പോരെ, തമിഴ്നാട്ടിൽ എങ്ങനെ വലിയ വലിയ പണക്കാരായ വീട്ടില്
ജോലിക്കാർ പോയിട്ട് പൈസ വേണ്ട നെല്ല് മതി വാങ്ങിക്കും. അവർ ആരോഗ്യത്തിൽ നിലനിർത്താനാണ് നെല്ല് വാങ്ങിച്ചു പോകുന്നത്. പൈസ അവർക്ക് 500 കൊടുക്കാറ് വേണ്ട, എനിക്ക് 100 രൂപയുടെ നെല്ല് മതി. വേണ്ട തിരിയാൻ പോണു. അതിന് നിങ്ങൾക്ക് വസ്തു ഒന്നും വേണ്ട. ഇവിടെ വരുന്ന ഈ ചേന ഇരിക്കേണ്ട വല്ല പാവപ്പെട്ടൻ എവിടെയാണ്? ഇന്നലെ വന്നപ്പോ എല്ലാം തന്നികളെ പച്ചക്കറിക്കാരനെ തീർന്നു. അത് കാരണം ഇന്നിവിടെ പച്ചക്കറി വരാഞ്ഞേ. കഴിഞ്ഞ ഞായറാഴ്ച വരെ ഉണ്ടായിരുന്നു. അരി പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ അരി ഞാനിപ്പോ ഇന്നലെ 5 ചാക്ക് അരി കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് എല്ലാ അഡ്രസ്സും അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് മേടിക്കാം. തിരുവനന്തപുരം നിങ്ങൾ എവിടെയാ? എവിടെ നാട്ടിൽ എവിടെയാ? തുറവൂര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിക്ക് തൃപ്പൂണിത്തറ വരെ പോകണം. അരി കിട്ടും. ചെങ്ങന്നൂർ ഭാഗത്ത് അതിനകത്ത് ഞാൻ അഡ്രസ് തരാം. കൊച്ചിയിലെ പറഞ്ഞില്ലേ തൃപ്പൂണിത്തറ കിട്ടും. ബാംഗ്ലൂരിൽ നിന്നാണ് തൃപ്പൂണിത്തറ അരി പച്ചക്കറി വരുന്നത്. തൃപ്പൂണിത്തറ വരുന്ന പച്ചക്കറി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. അഡ്രസ് തരാം. മനസ്സിലായോ? എല്ലാവർക്കും ഉണ്ട്. ഇതാണ് ഇപ്പൊ ഓർഗാനിക്. നിങ്ങൾ ഖത്തറിൽ ഇഷ്ടംപോലെ ഓർഗാനിക് ഉണ്ട്. പക്ഷേ ഇവിടെ നിൽക്കണം അത് വേങ്ങിക്കാൻ. നിങ്ങൾ പോയി വിഷം മേടിച്ച് തിന്നിവിട്ട് ആ വിഷം മേടിച്ച് തിന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മിൻസുകാരനും അമൃതക്കാരനും കൊണ്ടു കൊടുക്കാനല്ലേ നിങ്ങൾ പോയിരിക്കണേ? അല്ലാതെ നിങ്ങള് ശരീരം നേരെയൊക്കെ ഞാൻ അവിടെ എല്ലാവരും പറഞ്ഞു 4 പിടിക്ക്. ടെറസിൽ കൊണ്ടുപോയി പച്ചക്കറി വീട്ടിൽ കിട്ടും. അരിക്കുള്ളൂ. അരി എന്നോട് ചോദിച്ചു ഇഷ്ടംപോലെ. ബാംഗ്ലൂരിൽ 1.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന പിള്ളേരിപ്പം പാലക്കാട് ഇറങ്ങിയിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. അരി അവന്റെ അരികൾ മേടിക്കുന്നുണ്ട്. ഇപ്പൊ തീർന്നിരിക്കുക. അവന് പൈസ വേണ്ട. ഇപ്പം അവന് മനസ്സിലായി പൈസക്ക് പേപ്പറിന്റെ വില ഉണ്ടാവാൻ പോകുന്നുണ്ട്. അങ്ങനെ കാലം വരാൻ പോകണു. എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാൻ നോക്ക്. ജീവിക്കണമെന്ന് ആഗ്രഹം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയും മക്കളും കുറച്ചാൾക്ക് പൈസ കൊണ്ടേക്ക് ഇവിടെ കൊണ്ടുവന്ന് ആ പൈസ പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന് ആശുപത്രിയോട് കൊണ്ട് ഒഴുക്കുമ്പോ അവര് പറയും എങ്ങനെങ്കിലും നാശം ചത്തുപോണേന്ന്. അല്ല കുടുംബത്തിന് മുമ്പിട്ട് മറ്റൊരു തീരുമാനിക്കും എങ്ങനെ വീരുന്നതെന്ന്. അല്ലെ എല്ലാം പോവും. ആ ഒരു ചാൻസ് ഉണ്ടാക്കി വെക്കാതെ ആദ്യം ഇത് ശരിയാക്കിയിട്ട് സ്വന്തമായിട്ട് 100 രൂപ മതി ഒരു ദിവസം ജീവിക്കാൻ. 45 രൂപ തൃശ്ശൂർ കിട്ടും. തൃശ്ശൂർ അരിയൊക്കെ അവിടെ കിടപ്പുണ്ട്. എല്ലാം നമ്മുടെ ഉണ്ട്. എല്ലാ സാധനവും കിട്ടും. നിങ്ങൾ എന്നെ ഇരിക്കുക അന്വേഷിച്ച സാധനം കിട്ടും. പ്രകൃതിക്കാരുടെ ഒരുപാട് മാഗസീൻ ഉണ്ട്. ആ മാഗസീനകത്ത് തപ്പിയാൽ നിങ്ങൾക്ക് എന്തെല്ലാം സാധനം വേണമെങ്കിലും കിട്ടും. അതിന് പൊങ്ങൂടെ. അവന് മാത്രമേ ഈ രാജ്യത്തിന് രക്ഷിക്കാൻ പറ്റുള്ളൂ. പ്രകൃതിയും അടുക്കളയ്ക്കകത്ത് അമ്മ, വെളിയിലിറങ്ങി കൃഷി. ഇത് രണ്ടും കൂടെ ഓടും. ഇതാണ് നന്നാവും. ശരിക്കും ഓടൂലേ? ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ പോയി വല്ല ജോലി അല്ലാതെ പോയി കാശ് ഉണ്ടാക്കിയിട്ട് ഒരു പറയുന്നില്ല. കാശ് 50 ലക്ഷം രൂപ MBBS ഒരു 50 ലക്ഷം രൂപ കൂടെ കൊടുക്കാമെങ്കിൽ ഇവർ ഇഷ്ടമാവാം. കാശിയോളം ഇഷ്ടമോ 100 ഇഷ്ടമോ ആവാം. പക്ഷെ ഇത് കിട്ടൂല. ഓടി കിട്ടൂല. കാശ് കൊടുക്കാം. കിട്ടുവോ? അവൻ ഓടിക്കിട്ടും. അപ്പൊ അവന് കൊടുക്കും. അതിനല്ല BMS 10 ലക്ഷം രൂപ. പൂരന്തോട്ടി പോലും കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാത്തവന്റെ കയ്യിലാണ് ഇപ്പൊ 1000 രൂപ തന്നെ ഇരിക്കുന്നേ. അതും പഠിച്ചു വെച്ചു. അറിയാവുന്നവനെ ഈറ്റടിക്കുന്നു. അപ്പൊ ഞങ്ങളിപ്പോ വൈദ്യന്മാര് വ്യാജന്മാരാണ്. അറിയാം. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്റെ സർട്ടിഫിക്കറ്റ് അവിടെ തൂക്കിയിട്ടുണ്ട്. വ്യാജ വൈദ്യനെ ഞാൻ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് വരുമ്പോൾ കാണാം. അത് വെച്ചോണ്ടാ ചെയ്യുന്നത്. അത്രയും ആയിപ്പോയി. അത് വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു കയറുമ്പോൾ കണ്ടോളൂ. കാരണം വൈദ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്. അമ്മ വ്യാജമായി കഴിഞ്ഞു. ഇനി എന്തോ പറയാൻ? അമ്മ അടിച്ച് പുറത്തിറക്കി. അമ്മ ചികിത്സിച്ച ചികിത്സാ സമ്പ്രദായം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വേറെ ഒറ്റ പരിപാടി ചെയ്യില്ല. അതിനൊരു സർട്ടിഫിക്കറ്റും വേണ്ട. ഇന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ BMS പറയുന്നത് ഞങ്ങൾ 20 ലക്ഷം രൂപയ്ക്കും 12 ലക്ഷം രൂപയ്ക്കൊക്കെ പഠിച്ചതാ. ഇവർ എത്ര ലക്ഷം രൂപയ്ക്ക് പഠിച്ചു? ഇതാണ് ഞങ്ങൾ മാനദണ്ഡം അലക്കുന്നത്. അവർ അളക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ ഇത്ര ലക്ഷം രൂപയ്ക്ക് പഠിച്ചു. ഇവർ എത്ര ലക്ഷം രൂപയ്ക്ക് പഠിച്ചു? ഏതാണ് അവരുടെ മാനദണ്ഡം? മനസ്സിലായോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുക്കളയിരിക്കുന്ന ഈ ഹോട്ടൽ മാനേജ്മെന്റ് വേണ്ടി പിള്ളേരും വരും. ഇനി എന്നെ അടുക്കള കയറും. അമ്മയോട് ചോദിക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ട് വെക്കാൻ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാ? ഇല്ലല്ലോ. അങ്ങനെ കാരണം അവർക്ക് ജോലിയില്ല. ഈ പരുവത്തിലേക്ക് ചെന്ന് എത്താൻ പോവാണ്. അത് എത്തുന്നതിന് മുമ്പ് പിടിക്കാൻ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളിതൊന്നും വേണ്ട. അടുക്കളയിൽ കയറി വല്ലതും വെച്ച് തിന്നി സംഭവങ്ങളെല്ലാം മാറൂലേ? രോഗം വരുമോ? ഇല്ലല്ലോ. തീരുമാനിച്ചൂടെ? ഇനി വല്ല യോഗ്യമുണ്ടോ? വന്ന രോഗം മാറാനായിട്ട് ഇതാണ് ആദ്യത്തെ വരുന്നത്. അത് കഴിഞ്ഞടുത്തത് ഉണ്ട്. അതിനൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. നിങ്ങൾ നേരം വേണം ചാപ്പാടിലേക്ക് വാങ്ങി. എന്നിട്ട് പെരിങ്ങലത്തിന്റെ പേര് ചമത ഈ 2 എണ്ണം കഷായം വെച്ചൊന്ന് കുടിച്ച് താനെ പോവും. അമ്മയുടെ പണിയാ. നല്ല തൊഴില നിൽക്കുന്ന പട്ടപ്പെരിങ്ങലം, അപ്പിയല, കൊച്ചുങ്ങൾ അപ്പിയെടുക്കുന്ന ഇല
അത് അറിയാം സാധനം. അതാ വരൂ. തീട്ടപ്പെരിങ്ങലം, പെരിങ്ങലം എന്നെല്ലാം പറയുന്ന സാധനം. അതെടുക്കുമ്പോ അമ്മയ്ക്ക് അറിയാമായിരുന്നു, ചെറുതല്ലാത്ത തള്ളയ്ക്ക് അറിയാമായിരുന്നു ഇതങ്ങോട്ട് മലപ്പുറത്തിനോടത്തിൽ കൃമിയും കുടിഞ്ഞു പോരുമെന്ന്. അതിനവര് വെക്കുന്നത് മനസ്സിലായ അത് തന്നെ എടുത്തിട്ട് വട്ടപ്പെരിങ്ങലം ഇപ്പോഴുള്ള സാധനം. അത് മാത്രം മതി ഗർഭപാത്രം വൃത്തിയാക്കാൻ. പിന്നെ ചമനയുടെ കഷായം ഉണ്ടാക്കിയിട്ട് ചമനയുടെ തൊലിയുടെ കഷായം, അതിനകത്ത് ഒരു നെല്ലിക്ക വെളുപ്പിൽ ഇതിന്റെ വേരയിലെ തൊലി, ആ തൊലി കൂടെ അരച്ചും കൂടെ കൊടുക്കുന്നത്. വട്ടപ്പെരിങ്ങലം അതിന്റെ വേരയിലെ തൊലി, നെല്ലിക്ക വെളുപ്പ് 60 ഗ്രാം ചമനയുടെ തൊലിയിട്ട് കഷായം വെച്ച് കൊണ്ട് കൊടുക്കുക, ഗാനം പോകും. തൊലി വേരയിലെ തൊലി കഷായം വെക്കണം. ഒരു മറ്റേ നെല്ലിക്ക വെളുപ്പില് നിങ്ങളുടെ വേരയിലെ തൊലി നെല്ലിക്ക വെളുപ്പില്, മറ്റേത് 60 നമ്മുടെ കഷായത്തിന്റെയോ 60 ഗ്രാം. നീ ആരെങ്കിലും വല്ലതും ഉണ്ടോ? വല്ലതും ഉണ്ടോ ചോദിക്കാൻ? ഇല്ല, ചോദിച്ചാൽ ഉത്തരം കൂടി. എല്ലാരും തൈറോയിഡാണല്ലോ ചോദിക്കുന്നത്. എല്ലാം തൈറോയിഡ് ആയല്ലോ. ഫൈബ്രോയിഡ്, ഫൈബ്രോയിഡ് എല്ലാം സിസ്റ്റിന് വേണം. സിസ്റ്റിന് ഓവറിലെ സിസ്റ്റിന് വന്നു 3.something ആണ് തൈറോയിഡ് കാണിച്ചിട്ട്. അത് നോർമലാണെന്ന് പറയുന്നുണ്ട്. 3.4 നോർമലാണല്ലോ. അത് പ്രഗ്നൻസിയിൽ അത്ര പറ്റൂല, അതുകൊണ്ട് തൈറോയിഡ് കൂടി എന്ന് പറഞ്ഞു. അതുണ്ടോ നമ്മുടെ ഇതെന്തിയാ പിന്നെ അയൺ ടാബ്ലറ്റ് എന്തിയാ അതിനകത്തോട്ട് നോക്കിയേ. അയൺ ടാബ്ലറ്റ് ഞാൻ എടുത്ത് അതിന്റെ മേലെ കാണണം. ഇതേപോലൊരു ചാൻസ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇതാണ് യഥാർത്ഥ പ്രശ്നം. നിങ്ങൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാം. ഇത്രയും നല്ലൊരു മരുന്ന് ആർക്കും കിട്ടും. ഇത് ഈ മരുന്ന് എങ്ങനെയുണ്ട്? 50% അസുഖം പോയില്ലേ? പോയില്ലേ? കിട്ടിയോടാ? ഒരു കവറോടെ ഉണ്ടോ അവിടെ നോക്കിയാൽ? കാരണം നിങ്ങൾ കഴിക്കുന്ന അയൺ ടാബ്ലറ്റ് ഇല്ലേ, അതൊന്ന് മാങ്ങേറ്റ് പിടിച്ചു നോക്കിയേ. കാന്തം നേരിട്ട് അവിടെ എപ്പോൾ കാണിച്ചാൽ അതിന്റെ ഇരിപ്പുണ്ട് സാധനം. അവിടെ വേറെ കവർ നോക്ക്. ഇവിടെ എവിടെയെങ്കിലും 150 രൂപ. അത് പിന്നത്തെ കാര്യം. ആദ്യം നിങ്ങൾ ആഹാരം ഒന്ന് മാറ്റിക്കും. ആഹാരം മാറ്റിയിട്ട് നിങ്ങൾ തൈറോയിഡിനെ പറ്റിയൊന്ന് പറഞ്ഞു. ഇവിടെ ഒരു സഞ്ചി കൊണ്ട് അവിടെ ഒരു സഞ്ചി ഇരിപ്പുണ്ട്. അതായത് സഞ്ചി ഇതുണ്ട്. നോക്കൂ, നിങ്ങൾ കഴിക്കുന്ന അയൺ ടാബ്ലറ്റ് ഒരു പറഞ്ഞില്ലേ? നിങ്ങൾ തിന്നുന്ന ഓരോരോ ഓരോരുത്തർ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഇത് നോക്കിക്കോളി. ഓരോ നിങ്ങൾ നേഴ്സിലാണോ? അല്ല, ഇതാ തിന്നുന്ന ഈ വേറെ നല്ല ഇരിപ്പൊടി മരുന്ന പോലെ വർഷാപ്പിൽ പോയിട്ട് പോലെ ഇതെല്ലാവരും പറയുന്നേ ഇത് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാണെന്ന്. കാൽസ്യം. അപ്പൊ കാൽസ്യം ആദ്യം പിടിക്കുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതായിരിക്കും അടുത്ത കമ്പനിക്കാരൻ ഒരെണ്ണമല്ല. magnetic material is magnet attracting dolphins also there. समझा नहीं? ये क्या मतलब चुंबक है या वो अट्रैक्ट कर रहा है? क्या है? अरे ये तो असली लोखंड है, आयन है. वो आयन का पाउडर है. ये आयन का पाउडर होएगा तो ही मैग्नेट पकड़ेगा ना. ये देखो ना, फोलिक एसिड है बोलते हैं ये. दवाई का नाम कुछ और है, लेकिन इसमें अरे नहीं, आयन टैबलेट. आयन टैबलेट. आयन बात है बोलेगा तो नहीं. वो हम लोग के भाषा में आयन बोले तो इरुंब. फेरस. फेरस असली फेरस है. इसको आपको एक बात बताता हूँ. ये प्लास्टिक का ऊपर पकड़ रहे हैं. असली में देखो, एक तोड़ के दिखाता हूँ.
कितना जल्दी पकड़ लिया देखो। हाँ 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 नहीं समझा आपने? समझ गया समझ गया। ये देखो ना पकड़ लिया। कितना नीचे से पकड़ा देखो। हाँ 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 ഞാനത് പേപ്പറിൽ ഇത് നോക്കിയിരുന്നു പേപ്പറിൽ ആ ഇത് നോക്കുമ്പോ അതിന്റെ വെള്ളം മരുന്ന് മാത്രം പോവും ആ. ഇരുമ്പ് ഓടി കളിക്കും ഇരുമ്പ് ഓടിക്കളിക്കും. ഇരുമ്പ് ഓടിക്കളിക്കും. ഇതിന്റെ പൊടി ഉണ്ടാവും പേപ്പറിൽ ये दवाई ठीक है। ഇരുമ്പ് മുകളിലേക്ക് ഓടി കളിക്കും ये दवाई जो बना है जिसके लिए वो ठीक है या गड़बड़ है? अरे ये गड़बड़ी है, ये अंदर या तो पूरा ये इंस्टिंक्ट खा जाएगा। ये बच्चे को ओटिज्म मंद बुद्धि ये सब होएगा। इधर डोलो मेरे ख्याल से तो दवाई खाने से आदमी ज्यादा बीमार पड़ता है। अच्छा ये पकड़ो इन्हें विളിക്കാൻ പറയണം. सर, दवाई खाने से आदमी ज्यादा बीमार पड़ता है। वही तो बोल रहा हूँ। तुम बीमारी मत, तुम लोग पहला मैं बोल रहा हूँ, तुम लोग एक ही बात को याद रखो, कोई बीमारी आना नहीं तो किचन में जाओ, जाके तुम उधर ही खाना बना के खाओ। पुराना जमाने में कैसा था? नहीं, आज के इंडिया में क्या है ना, 70% लोग सोचते हैं वो न्यूरो सर्जन है, वो हाँ वही सर्जन, कोई सर्जन नहीं है। एक बात बताता हूँ, हार्ट का जो पेशेंट है वो उसका हार्ट लेको कार्डियोलॉजिस्ट बोले तो सबसे बड़ा बेवकूफी है, क्योंकि हार्ट मरेगा तो खाली हार्ट ही मरना बंद है, हाँ हाँ बाकी सब जिंदा रहना बंद है। अरे सब मिलके एक ही है। किसी का हार्ट फेल होगा तो उसका श्वास लेने का नहीं, किसका हार्ट फेल होगा तो उसका पीछा होएगा नहीं, क्योंकि हार्ट में जितना पंपिंग करते हैं उतना पंपिंग नेफ्रॉन्स को भी मारते हैं। हार्ट फेल हुआ तो उसका लिवर चलेगा नहीं, अरे वो देखेगा भी नहीं। हर चीज उसके ऊपर है।